കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Most High God be exalted this evening. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലാഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. We bring you greetings in the name of the Lord Jesus Christ, who is going to appear very soon in glory. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുക. We have come to the second night of this meeting. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. And in the last night, the Spirit of the Lord revived and renewed our hearts. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ പാദപീഠത്തിലാഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്നപേക്ഷിക്കുക. And tonight, those who have gathered at the footstool of Jesus, we beseech you that you may sit in His presence with നമ്മുടെ prayers. മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷം തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. From the very beginning of this meeting, we have been experiencing the power of the Holy Ghost. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം അവസരം നൽകി. And the heaven gave us the opportunity to praise and worship with the blessed songs. അതിലുപരിയായി നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനും കർത്താവായ യേശുവിനെ കണ്ടെത്തിയ അത്ഭുതമാർന്ന ഒരു സാക്ഷി സ്വർഗം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. And we praise and thank God for giving us a beautiful testimony, praising and worshiping and exalting the name of the Most High. തുടർന്നും കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ നിറഞ്ഞു നിൽക്കുവാൻ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്നപേക്ഷിക്കുക. And to those who have gathered in His presence tonight, we beseech once again to be in His presence with prayers. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭക്തനായ പൗലോസ്ലീഹ ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. And in the last night, we were meditating upon the word which Saint Paul has mentioned in Hebrews. പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു എത്രയും വേഗം വരും എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. Saint Paul is saying to those who gather themselves and keep without sin, very soon shall Christ Jesus appear to join them. നാം ചിന്തിച്ചത് പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുവനായ മലാക്കിയുടെ വാക്കായിരുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ അവന്റെ മുൻപിൽ നിൽക്കും എന്ന് പ്രവാചകൻ ചോദിക്കുക. And then the next word which we meditated was from the book of prophet Malachi, which says, who shall stand before me when he appears? യേശു പ്രത്യക്ഷനാകുമ്പോൾ ആർ അവന്റെ മുൻപിൽ നിൽക്കും. അവരുടെ യോഗ്യത എന്ത് എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപരേഖ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ മനസ്സിൽ വരച്ചിരുന്നു. And we have drawn a small introduction regarding who shall stand before the Christ Jesus when he appears in glory. ഇന്ന് രാത്രിയിലും നമുക്ക് തിരുവെഴുത്തുകളെ ധ്യാനിക്കാം. And tonight too, let us meditate on the words. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് last night we were meditating നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചായിരുന്നു. we were meditating about the appearance of Christ Jesus. യേശുവിന്റെ പ്രത്യക്ഷതയുടെ പല ഭാഗങ്ങൾ കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയുണ്ടായി. We were meditating upon the different parts regarding the manifestation of Christ Jesus. അതിലുപരിയായി യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ആർ അവന്റെ മുൻപിൽ നിൽക്കും എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. And above all, we were thinking about who shall stand worthy before him on that day. ആത്മാവ് സഭയോട് പറയുന്നു, ഞാൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് നഗ്നത കാണാതിരിപ്പാൻ നിന്റെ വസ്ത്രം കാത്തു സൂക്ഷിച്ചുകൊള്ളണം. And the Spirit of the Lord says in the church, because I come as a thief, therefore keep your garments safe that you shall not reveal your nakedness. രക്ഷയുടെ വസ്ത്രം ധരിച്ച് നീതിയുടെ അങ്കി ധരിച്ച് നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കാം. Therefore let us stand before our Christ Jesus adorned with the garment of salvation. വീണ്ടും ബൈബിൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിക്കാതിരിപ്പാൻ നിങ്ങൾ അവനിൽ വസിപ്പീൻ. There again the Bible says that children because you should not be ashamed, therefore abide in him. വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, again Saint Paul is saying, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ നിലനിന്നാൽ നിങ്ങൾക്ക് അവന്റെ മുൻപാകെ നിൽക്കാൻ കഴിയും. if you are established in the hope of the gospel, surely you shall stand before him. വീണ്ടും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. Again
let us bring our concentration to the word of കഴിഞ്ഞ God. രാത്രിയിൽ വായിച്ച തിരുവെഴുത്ത് വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. Let us read once again the scriptures which we were meditating എബ്രായ last night. ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. Hebrews chapter 9 and verse 28. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, St. Paul is saying over there, അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും. so shall he appear again at the second time without യേശുവിന്റെ sin. പ്രത്യക്ഷതയാണ് നമ്മുടെ പഠന വിഷയം. The appearance of Jesus Christ is our subject. യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് അവന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കണം. When Jesus Christ shall appear, we shall stand boldly before him. യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മെ കാണാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? When Christ Jesus shall appear, how does he desire that we may appear before him? വിശുദ്ധ പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. Saint Peter, when he writes his epistle, says likewise. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ When we read 2 Peter chapter 3 and the 14th അവിടെ verse, പത്രോസ്ലീഹ പറയുകയാണ്, Saint Peter is saying likewise. യേശു വരുമ്പോൾ When Jesus shall appear, നിങ്ങളെ സമാധാനത്തോടെ കാണുവാൻ വാഞ്ചിക്കുകയാണ്. he is looking that ye may all be found in peace. യേശു വരുമ്പോൾ When Jesus shall appear, എന്നെയും നിങ്ങളെയും സമാധാനമുള്ളവരായി കാണാൻ വാഞ്ചിക്കുക. he is desiring that you and me shall be found in peace. ആ തിരുവെഴുത്തൊന്ന് വായിച്ചാൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. യേശു വരുമ്പോൾ When Jesus shall appear, യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? what does Jesus desire about നാം us? കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ അവന്റെ മുൻപിൽ നിൽക്കണം. That we may found before him in peace, without spot and blameless. കഴിഞ്ഞ രാത്രിയിൽ നാം ചില ഭാഗം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. Last night we were meditating some portion of the നമുക്ക് scripture. യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ നമുക്ക് രക്ഷയുടെ വസ്ത്രം വേണം. In order to stand before our Christ Jesus, we need the garment of salvation. യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ നിഷ്കളങ്കമായ ഒരു മനസ്സാക്ഷി നമുക്ക് വേണം. In order to stand before Christ Jesus, we should have a pure conscience. യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ നാം യേശുവിനോടുകൂടെ ചേർന്ന് വസിക്കണം. And in order to stand before him, we should be living and abiding along with him. യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിലനിൽക്കണം. And in order to appear before him, we shall be established in the hope of the gospel. ഇന്ന് രാത്രി വീണ്ടും നാം വായിച്ചു കേൾക്കുന്നത്, And tonight we are reading once again, യേശു വരുമ്പോൾ when Jesus shall appear, അവൻ നിങ്ങളെ സമാധാനത്തോടെ കാണുവാൻ വാഞ്ചിക്കുകയാണ്. he is looking for you to be appearing in peace. യേശു വരുമ്പോൾ നമ്മെ സമാധാനത്തോടെ കാണണം. When Jesus appear, he shall see us in peace. ഇതുകൊണ്ടാണ് യേശു ഈ ലോകം വിട്ടു പോകുമ്പോൾ That's why when he was departing from this world, താൻ അവസാനം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് തന്റെ സമാധാനമായിരുന്നു. the last thing which he handed to his disciples was the peace. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ When we read John chapter 14 and verse 40, അവിടെ യേശു പറയുകയാണ്, Jesus is saying over there, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. and I give my peace unto you. എന്തൊരു നല്ല വാക്കാണത്! What a great word it is. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. I leave my peace unto you. അത് ലോകം തരുന്നത് പോലെയല്ല. And it is not like the world giveth. അത് ലോകത്തിനെ എടുത്തു മാറ്റുവാനും സാധ്യമല്ല. Neither can the world take it away from you. ആ സമാധാനം യേശു നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. Because that peace was given by Christ Jesus unto ഇനിയിപ്പോൾ us. യേശു എന്ത് പറയുന്നു? And now Jesus is ഞാൻ saying, വരുമ്പോൾ നിന്നെ സമാധാനത്തോടെ കാണണം. when I shall appear, I shall find you in peace. മുമ്പേ നാം ഒരു സാക്ഷ്യം കേട്ടല്ലോ. Before we heard a testimony, തന്റെ പ്രാണൻ സമാധാനത്തിനായി വാഞ്ചിച്ചുകൊണ്ടേയിരുന്നു. and his soul was longing for peace. ഇന്ന് ലോകത്തിൽ ഒരുപാട് സമാധാന സംഘടനകളുണ്ട്. There are many peace organizations in this world, പക്ഷേ മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ല. but there is no peace within the personal lives. പ്രിയ ദൈവമക്കളെ, Dear children of God, നമ്മുടെ യേശു വരുമ്പോൾ when Jesus shall appear, നമ്മെ അവൻ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? how does he desire that we may appear before എന്നെയും him? നിങ്ങളെയും സമാധാനത്തോടെ കാണണം. He wants us to be found in perfect peace. അതുകൊണ്ടാണ് യേശു തന്റെ സമാധാനം നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. And that's why he has left his peace along with us. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ When man was created, അവൻ മുറിവേറ്റ മനുഷ്യനായിരുന്നില്ല. he was not wounded. അവൻ സമാധാനമില്ലാത്ത മനുഷ്യനായിരുന്നില്ല. He was not a man without peace. അവൻ സമാധാനമുള്ള മനുഷ്യനായിരുന്നു. He was a peaceful human being. എന്നാൽ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചപ്പോൾ But when he violated the commandments of the law, അപ്പോൾ അവന്റെ
സമാധാനം നഷ്ടപ്പെട്ടു പോയി. Now he has lost his peace. അവന്റെ നീതിയുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോയി. And he has lost his life of അവന്റെ righteousness. പ്രത്യാശയുള്ള ആത്മാവ് അവന് നഷ്ടപ്പെട്ടു പോയി. And he has lost the spirit of hope. എന്നാൽ ഇനി അവനത് എവിടെ നിന്ന് തിരികെ കിട്ടും? From where shall he get it back? അവൻ എന്ന് ദൈവത്തിങ്കൽ തിരികെ വരുന്നുവോ When he shall come back unto his Lord. അന്ന് മാത്രമേ അവന് പൂർണ്ണ സമാധാനം പ്രാപിപ്പാൻ കഴിയൂ. Only then shall he receive perfect peace. യേശു തന്റെ സമാധാനം നമുക്ക് തന്നിരിക്കുകയാണ്. Jesus has given us his peace. ദയവായി ഈ സമാധാനം നാം നഷ്ടപ്പെടുത്തി കളയരുത്. Therefore do not despise or lose this peace. യേശു എന്ത് പറയുന്നു? What did Jesus എന്റെ say? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. Peace I leave with you. ഇനി യേശു ഒരു ദിവസം മടങ്ങി വരും. And one day he shall appear back again. അന്ന് യേശുവിന് നമ്മെ സമാധാനത്തോടെ കാണണം. And he is diligently seeking that we may found in peace. ആരാണ് നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത്? Who is destroying our peace? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ When we meditate on the word of God, മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുന്ന അനേക ശക്തികളെ നമുക്ക് കാണാം. there are various powers which hinder or destroy the peace of our life. അതിലൊന്ന് ദുഷ്ടതയാണ്. And one is wickedness. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, Prophet Isaiah is saying, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. there is no peace unto the wicked men. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. Wicked men have they no peace. അവരുടെ മനസ്സ് കടലുപോലെ തിളച്ചു മറിയുകയാണ്. And their hearts are troubled like the waves of the sea. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടത വാഴുന്നിടത്തോളം കാലം Until the wickedness reigns in the hearts of a man, അവന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടത്തില്ല. he shall no longer receive peace. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, Whatever he may possess in this world, അവന്റെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടോ, if there is wickedness within his heart, അവന്റെ ഹൃദയത്തിൽ പാപശക്തികളുണ്ടോ, if there are the powers of sin within അവൻ him, ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. he shall no longer attain peace. ഈ ഇവിടെ ദുഷ്ടത എന്ന വാക്കുച്ചരിക്കുമ്പോൾ When the word wickedness is pronounced over അതിന് here, മൂലഭാഷയിൽ പാപം എന്നാണ് കൊടുത്തിരിക്കുന്നത്. in the root sources it is mentioned sin. പാപം മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുകയാണ്. Sin is destroying the peace of a man. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the ഒരു Lord. മനുഷ്യൻ പാപത്തിന് അടിമയായിരിക്കുന്നിടത്തോളം കാലം When a person is subjected to sin, ഒരിക്കലും അവന് സമാധാനം ലഭിക്കത്തില്ല. he no longer shall receive peace. പാപം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study about the subject sin, പാപത്തിന് രണ്ട് ഭാഗമുണ്ട്. there are two portions for it. ഒന്ന് നാം ചെയ്തുപോയ പാപം, One are the sins which we have already committed. രണ്ട് നമ്മിൽ മൂലതത്വമായി വാഴുന്ന പാപം. The second thing is the fundamental root cause of sin. ഇങ്ങനെ പാപത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. There are two faces likewise for sin. ഒന്ന് നാം ചെയ്തുപോയ പാപം. One is the sins which we have committed, ആ പാപം നാം ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ and when we confess these sins to our Lord, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക. God is forgiving our sins. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, And that's why David says, ഞാൻ എന്റെ ലംഘനം നിന്നോട് ഏറ്റു പറഞ്ഞു, I confessed my iniquities unto അപ്പോൾ you, നീ എന്റെ അതിർത്തികളെ എനിക്ക് ക്ഷമിച്ചു തന്നു. and then you forgave all my infirmities. ഒന്ന് നാം ചെയ്തുപോയ പാപം. One is the sin which we have ആ committed. പാപത്തെ കുറിച്ച് മനസ്സാക്ഷി ഉണർത്തുമ്പോൾ When the sin is being reminded by our നാം അത് conscience, നമ്മുടെ ദൈവത്തോട് ഏറ്റു പറയുക. we are confessing it to our Lord. അപ്പോൾ ദൈവം തന്റെ നീതി കൊണ്ട് അത് ക്ഷമിക്കുക. And then Lord by his righteousness is ദൈവം forgiving തന്റെ us. വിശ്വസ്തത കൊണ്ട് ക്ഷമിക്കുക. And by his faithfulness he is forgiving us. യേശുവിന്റെ രക്തം ആ പാപത്തിന്റെ കറയെ കഴുകുക. And the blood of Jesus is purging away and cleansing the രണ്ടാമത് sin. മറ്റൊന്നുണ്ട്. And the second thing, അത് പാപം എന്നൊരു മൂല തത്വമാണ്. it is the fundamental theory of sin. പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ When St. Paul is writing the epistle to Romans, 7-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ in the 7th chapter 20 and 21 verse, അവിടെ പൗലോസ് പറയുന്നു, St. Paul is saying, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, I desire to do good, ഞാനോ ഇച്ഛിക്കാത്ത തിന്മകളെ ചെയ്തു പോകുന്നു. but I do sin which I no longer think about. ഞാൻ അതിനെ ചെയ്യുന്നുവെങ്കിലോ Although if I do sin, അത് ഞാനല്ല, it is not me. എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ടത് ചെയ്യിക്കുകയാണ്. The sin which is being done, it is by the sin which is in me. നമ്മിൽ പാപം എന്നൊരു മൂല തത്വമുണ്ട്. Therefore there is a root cause or a sin which is നമ്മൾ lying in അതിനെ us, ജയിക്കണം. and we have to overcome it. ഒന്നാമത് യേശുവിന്റെ രക്തമാണ്.
One is the blood of Jesus, ആ യേശുവിന്റെ രക്തം പാപത്തിന്റെ കറകളെ കഴുകുകയാണ്. and the blood of Jesus wash away the stains of sin. രണ്ടാമത് നമ്മൾ പാപം എന്നൊരു മൂല തത്വമുണ്ട്. And secondly, we have the root fundamental cause of അത് sin, ജന്മനാൽ നമുക്ക് ലഭിച്ചതാണ്. and it is attained by birth. ബൈബിളിന്റെ ആഴം പഠിക്കുമ്പോൾ When we look to the depths of the പാപം scripture, ചെയ്തു പാപിയായ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. there is only one person that has committed sin. അവന്റെ പേര് ആദാമെന്നാണ്. His name is Adam. നമ്മളാരും പാപം ചെയ്തു പാപിയായതല്ല. We are not sinners because we have committed നാം sin, എല്ലാം പാപത്തിൽ നിന്ന് ജനിച്ചു പാപം ചെയ്തവരാണ്. but because we have been born in sin to commit sin. അതാണ് ദാവീദ് പറയുന്നത്. And that is what David said. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. I was born in sin. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. പാപം എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. Therefore there is a root cause, a fundamental root of sin in us. എപ്പോഴാണ് നമ്മളെ വിട്ടുപോകുന്നത്? When shall it depart from നമ്മുടെ us? ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുവോളം Until our soul depart from our body. ഈ പാപം എന്ന മൂലതത്വം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. This fundamental root of sin shall be coming behind ഞാൻ us. പറഞ്ഞല്ലോ, ഒന്നേ നാം ചെയ്തു പോയ പാപം. One is the sins which we have അത് committed. നാം യേശുവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ When we have confessed it to Christ Jesus, ദൈവം തന്റെ വിശ്വസ്തത കൊണ്ട് നമ്മോട് ക്ഷമിച്ചു. God out of his faithfulness has forgiven us. യേശുവിന്റെ രക്തം നമ്മുടെ പാപക്കറകളെ കഴുകി. Blood of Jesus has washed out all our sin, ദൈവത്തിന്റെ നീതി ദുഷ്ടന്റെ കെട്ടുകളെ അഴിച്ചു കളഞ്ഞു. and the righteousness of God has broken the cords of എന്നാൽ Satan. ഈ പാപം എന്ന മൂലതത്വം നമ്മെ വേട്ടയാടുകയാണ്. But the fundamental cause of sin is still behind us. നമുക്ക് അതിനെ എങ്ങനെ ജയിക്കാം? How can we overcome it? അതിനൊന്നാമത് യേശുവിന്റെ ക്രൂശാണ്. And for that, the first thing is the cross of Jesus. യേശുവിന്റെ രക്തം പാപത്തെ കഴുകുമ്പോൾ When the blood of Jesus washes our sin, യേശുവിന്റെ ക്രൂശ് ആ പാപശക്തിയെ ജയിപ്പാൻ നമുക്ക് ജയം നൽകുക. and the cross of Jesus is giving us the power to overcome that sin. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ When Saint Paul is writing unto Romans, 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, in chapter 6 and verse 6, does he say, ഇനിയും നാം പാപം ചെയ്യാതിരിക്കേണ്ടതിന് in order to not commit sin anymore, നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കുക. we should crucify our old man with him. എങ്ങനെ ഒരു മനുഷ്യനെ പാപത്തെ ജയിക്കാൻ കഴിയും? How can a man overcome sin? ഒന്നാമത് അവനെ യേശുവിനോടുകൂടെ ക്രൂശിക്കുക. Once he has to be crucified with Christ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കുന്ന ഒരുവനെ ജയകരമായ ഒരു ജീവിതം ചെയ്യാൻ ഒക്കത്തുള്ളൂ. Only a person who loveth the cross of Jesus can do an overcoming life. സാത്താൻ എവിടെയാണ് കീഴടങ്ങിയത്? Where did Satan defeat? യേശു വെള്ളത്തിന്റെ മീതെ നടന്നപ്പോൾ സാത്താൻ കീഴടങ്ങിയോ? Did Satan accept his defeat when Jesus walked on the water? യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ സാത്താൻ കീഴടങ്ങിയോ? Did Satan surrender when Jesus fed the 5,000 with 5 loaves of bread? ഇല്ല. യേശു അത്ഭുതം ചെയ്തപ്പോൾ സാത്താൻ കീഴടങ്ങിയില്ല. No, Satan did not surrender when Jesus എന്നാൽ ഒരു did. ദിവസം സാത്താൻ കീഴടങ്ങി. But one day Satan surrendered. അവൻ സർവായുധവർഗം വെച്ച് കീഴടങ്ങി. He kept all his weapons and accepted his അത് defeat. കാൽവരി ക്രൂശിലത്രേ. It was at the cross of Calvary. യേശു സാത്താനെ ക്രൂശിലാണ് ജയിച്ചെങ്കിൽ It was on the cross of Calvary that Jesus overcame Satan. ഒരു ദൈവവൈതൽ സാത്താനെ ജയിക്കുന്നത് യേശുവിന്റെ ക്രൂശിലാണ്. Child of God shall overcome Satan on the cross of Calvary. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, That's why St. Paul is saying ഇനി നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് that you shall do sin no more. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കുക. Let your old man be crucified with him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. നാം ക്രൂശിനോട് എത്ര ചേർന്നിരിക്കുന്നുവോ As much as we cling on to the cross, അപ്പോഴൊക്കെ നമുക്ക് ജയമുണ്ടായിരിക്കും. then shall we be overcomers. നാം ക്രൂശിനെ വിട്ട് എപ്പോഴെല്ലാം അകന്നു പോകുന്നുവോ As long as we are going away from that cross, അപ്പോഴെല്ലാം നമുക്ക് പരാജയം ഉണ്ടാകും. then shall we be defeated. വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു സെന്റ് അഗസ്റ്റിൻ സെന്റ് ഫ്രാൻസിസ് ഉണ്ടായി. St. Francis being declared as one among the saints in the Catholic Church. ഒരു നല്ല മനുഷ്യനായിരുന്നു. He was a good person. കുട്ടിക്കാലം മുതലേ ദൈവഭക്തനായിരുന്നു. From his childhood he was a God-fearing അദ്ദേഹം person. വളരെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ആഗ്രഹിച്ചിരുന്നു. And he desired to live a holy life. കൂടെ താൻ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. He used to make a resolution, പക്ഷേ തനിക്കതിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. but he could not stay on to പിന്നെ it. രാത്രിയുടെ യാമങ്ങൾ കരയാൻ തുടങ്ങി. Nights and days he used to pray. He used to ഒരു cry. രാത്രിയിൽ താൻ ഒരു ദർശനം കണ്ടു. In one night he saw a dream. കർത്താവായ യേശു ക്രൂശിൽ കിടക്കുകയാണ്. He saw the vision of Christ on the cross. ഈ സെന്റ് ഫ്രാൻസിസ് യേശുവിനെ നോക്കി കരയാൻ തുടങ്ങി. St. Francis started looking unto Christ Jesus and അപ്പോൾ cried. യേശു ചോദിച്ചു, മകനെ നീ എന്തിനാണ് കരയുന്നത്? Jesus answered, why are you crying? അപ്പോൾ പറഞ്ഞു, കർത്താവേ ഞാൻ പലപ്പോഴും നിന്നെ
വേദനപ്പെടുത്തുകയാണ്. He replied, many a times have I wounded you. അപ്പോൾ യേശു പറഞ്ഞു, അല്ല, ഭൂമിയിൽ ഏറ്റവും അധികം നീയാണ് എന്നെ സ്നേഹിക്കുന്നത്. Jesus replied, no, my child, you are the one who love me the അപ്പോൾ most. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. Then his heart was broken. ആ ദർശനത്തിൽ താൻ യേശുവിനോട് പറഞ്ഞു, And in that vision he spoke to Jesus. കർത്താവായ യേശുവേ, Oh Lord Jesus, നിന്റെ ക്രൂശോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? embrace me unto thy cross. പാപത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, When you have the sin coming behind you, അവിശ്വാസത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, when you are being haunted by unbelief, അനുസരണക്കേടിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, when you are being haunted by ഞാൻ disobedience, വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ because in order to be not deceived, നിന്റെ ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? can you join along with me to that cross? ആ രാത്രി ദർശനത്തിൽ സെന്റ് ഫ്രാൻസിസ് ആ ദർശനം കാണുകയാണ്. Saint Francis is seeing this vision in the night, യേശു പെട്ടെന്ന് തന്റെ കരങ്ങൾ ക്രൂശിൽ നിന്ന് ഊരി and then Jesus removed his hand from the ആ cross സെന്റ് ഫ്രാൻസിസിനെ ക്രൂശിനോട് ചേർത്ത് പിടിച്ചു. and took along Saint Francis along to the ഇന്ന് cross. ചില പുരാതന കത്തോലിക്ക ദേവാലയങ്ങളിലും Even today in some Catholic churches, ചില കത്തോലിക്ക പുരാതന കുടുംബങ്ങളിലും ഈ ഫോട്ടോ നമുക്ക് കാണാം. even among some old Catholic families, this photo is ഒരുപക്ഷെ there. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. Maybe many of you have seen that photo too. ഒരു കരം ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. One hand is tied or pierced to the cross, അടുത്ത കരം കൊണ്ടൊരുവനെ ക്രൂശോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. and with the other arm he is embracing a person to the cross. എന്താണ് ഫ്രാൻസിസ് പറയുന്നത്? What is Francis saying? കർത്താവേ, നിന്റെ ക്രൂശിനെ വിട്ട് അകന്നു പോകുമ്പോൾ ഞാൻ അടിമപ്പെടുകയാണ്. When I run away from thy cross, I am being subjected. ആകയാൽ നിന്റെ ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? Therefore embrace me nigh unto thy ആ cross. ദൈവവൈതലേ, Be a child of God. യേശു സാത്താനെ ജയിച്ചത് ക്രൂശിലാണ്. It was on the cross of Calvary that Jesus അങ്ങനെയാണെങ്കിൽ നിന്റെ overcame. ജയജീവിതത്തിന്റെ രഹസ്യം ക്രൂശിലാണ്. Therefore the mystery of an overcoming life is on ഇന്ന് the രാത്രി cross. നമുക്ക് യേശുവിനോട് പറയാം, Tonight let us say unto our Jesus, യേശുവേ, Oh Jesus, നിന്റെ ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? can you join along with me unto thy cross? പാപത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, When I am being subjected or haunted by sin, അവിശ്വാസത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, when I am being haunted by unbelief, നിന്നെ വിട്ടകന്നു പോകാതിരിക്കുവാൻ in order to not run away from you, നിന്റെ ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? can you embrace me nigh unto thy cross? നമുക്ക് നമ്മുടെ കർത്താവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. Let us love our cross. ആ പൗലോസ് എന്ത് പറയുന്നു? What is St. Paul നിങ്ങളുടെ saying? പഴയ മനുഷ്യൻ അവരോടുകൂടെ ക്രൂശിക്കുക. Crucify thy old man unto him. അപ്പോ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ രഹസ്യം Therefore the mystery of an overcoming Christian life ഒന്നാമത് യേശുവിന്റെ രക്തമാണ്. is the blood of Jesus. ആ രക്തത്താൽ നമ്മുടെ മനസ്സാക്ഷിയെ കഴുകുവേ. And let us be cleansed by that blood of Jesus. രണ്ടാമത് യേശുവിന്റെ ക്രൂശാണ്. And secondly, it is the cross of നിങ്ങൾ Jesus. ക്രൂശിനെ സ്നേഹിക്കുന്നുവോ? Do you love the cross of Jesus? നിങ്ങൾ ക്രൂശിന്റെ കഷ്ടതയെ സ്നേഹിക്കുന്നുവോ? Do you love the sufferings of the cross of Jesus? നിശ്ചയമായും സാത്താൻ നിങ്ങൾക്ക് കീഴടങ്ങും. Surely and certainly Satan shall be എത്ര subject to you. ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many children of God believe it? എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many children of God believe those words? യേശുവിന്റെ ക്രൂശിന്റെ മുൻപിൽ സാത്താൻ കീഴടങ്ങിയെങ്കിൽ, If Satan was conquered or defeated or before the cross of എനിക്ക് Calvary, തന്ന ക്രൂശിന്റെ മുമ്പിൽ സാത്താൻ കീഴടങ്ങും. before the cross which God has given to me, Satan shall surely be വിശ്വസിക്കുന്നവർ defeated. കരങ്ങൾ ഉയർത്തി ശക്തിയായൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. അപ്പോൾ നാം ആ ക്രൂശിനെ സ്നേഹിക്കണം. Therefore we should love that cross. അടുത്തതായി നാം നോക്കുമ്പോൾ Nextly, when we think, ദൈവത്തിന്റെ കൃപയാണ്. it is the grace of God. റോമാലേഖനം 5-20 വാക്യം. Romans chapter 5 and verse 20. അവിടെ പൗലോസ് പറയുന്നു, There St. Paul is പാപം saying, പെരുകുന്നിടത്ത് കൃപയും പെരുകി വന്നു. and when the law entered, when the sin abounded, ആകയാൽ grace did നമുക്ക് abound. ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിക്കാം. Therefore let us beseech for the grace of God. കൃപയാൽ മാത്രമേ നമുക്കൊരു ജയജീവിതം ചെയ്യാനൊക്കത്തുള്ളൂ. Because by grace only we can do a victorious life. പ്രിയ ദൈവവൈതലേ, Be a child of ആ God. പാപം നിന്റെ സമാധാനം കെടുത്തുകയാണോ? Is the sin destroying the peace of നീ your life? പലപ്പോഴും തീരുമാനം ചെയ്ത് വഴുതി പോകുകയാണോ? Are you taking resolutions and breaking it often? പാപത്താൽ നിന്റെ മനം തഴപ്പിക്കുകയാണോ? Are your hearts be hardened because of sin? പിന്നെയും നീ വ്യാകുലപ്പെടുകയാണോ? Are you being troubled more and more? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, Tonight the Holy Ghost is telling unto you, യേശു മുഖാന്തരം ജയം തരുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. because there is a God who gives us victory through നമുക്ക് Christ നമ്മുടെ Jesus. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാം. Let us trust upon the blood of our Christ നമുക്ക് Jesus. നമ്മുടെ യേശുവിന്റെ ക്രൂശിൽ ആശ്രയിക്കാം. Let us trust upon the cross of our Christ Jesus. അടുത്തതായിട്ട് എന്ത് പൗലോസ് പറഞ്ഞത്? What is being nextly mentioned by St. ആ Paul? കൃപയാൽ നമുക്ക് ജയ
ജീവിതം ചെയ്യാം. It is by grace we can do a victorious life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the പാപം Lord. പെരുകുന്നിടത്ത് കൃപയും പെരുകി വന്നു. Where sin abounded, grace did much more അതിനാൽ abound. കൃപയാൽ നമുക്ക് ജയിക്കാം. Therefore by grace shall we be victorious. വീണ്ടും തിരുവെഴുത്ത് നാം നോക്കുമ്പോൾ When we again examine the scripture, ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കണം. we have to meditate the word of നമ്മുടെ God. ഓർമ്മയിൽ അതൊന്ന് എഴുതി സൂക്ഷിക്കുക. We have to write it in our remembrance. പാപത്തെ ജയിപ്പാൻ ദൈവവചനം ധ്യാനിക്കണം. In order to defeat sin, we have to meditate the word of പാപത്തെ God. ജയിപ്പാൻ യേശുവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം. And in order to defeat sin, we have to meditate on the cross of ഭക്തനായ Jesus. ദാവീദ് പറയുന്നു, The God-fearing David says, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങളുടെ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവിൻ. be still and meditate on the Lord upon thy bed. പാപം ചെയ്യാതിരിപ്പാൻ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവിൻ. In order to stay away from sin, meditate upon him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. Psalms 4 and verse 4. എല്ലാ വചനം വായിപ്പാൻ നമുക്ക് സമയം പോരാ. We do not have the time to read all the ആകയാൽ scriptures. നമുക്ക് പാപത്തെ ജയിക്കണം. Therefore we have to overcome sin. പാപത്തിന്റെ സ്വസ്ഥത കെടുത്തുകയല്ലേ. It is hindering your ഇന്ന് peace. രാത്രി മനസ്സാക്ഷി ഉണർത്തുന്ന പാപങ്ങളെ ദൈവത്തോട് നമുക്കൊന്ന് ഏറ്റുപറയാം. Let us confess unto our Lord the sins which are being confessed by your conscience. യേശു വരാറായി. Because our Jesus is coming soon. യേശുവിന് നിന്നെ സമാധാനമുള്ളവനായി കാണണം. And he wants to find you in perfect peace. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the നമുക്ക് Lord. കർത്താവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. Let us love the cross of our Jesus. നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. And let us trust upon the grace of our Lord. തിരുവെഴുത്തുകളെ നമുക്ക് ധ്യാനിക്കാം. Let us meditate upon the words of our God. അവിടെയും തീരുന്നില്ല. And it is not finishing over ഒരിക്കൽ there. ദൈവം കൈനോട് പറയുക, Once God is speaking unto Cain. Cain, പാപം വാതിക്കൽ കിടക്കുന്നു. the sin is at your footstep. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desire is unto you. നീ അതിനെ ജയിക്കണം. But you shall overcome it. എങ്ങനെ ജയിക്കാം? How can you നീ overcome? നന്മ ചെയ്തു പാപത്തെ ജയിക്കണം. By doing good shall he destroy his sin. നമ്മൾ നന്മ ചെയ്തു പാപത്തെ ജയിക്കണം. We have to do good in order to defeat sin. യേശുവിന്റെ ക്രൂശിനാൽ പാപത്തെ ജയിക്കണം. We have to overcome sin by the cross of Jesus. ദൈവത്തിന്റെ കൃപയാൽ പാപത്തെ ജയിക്കണം. By the grace of our Lord shall we overcome sin. ദൈവവചനത്തെ ധ്യാനിച്ച് പാപത്തെ ജയിക്കണം. We have to defeat sin meditating upon the word of our God. രാത്രി യേശുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. Because tonight let the peace of our Lord be reigning in your heart. സമാധാനം കെടുത്തുന്നത് ആരാണ്? Who is hindering your ഒന്ന് peace? ദുഷ്ടതയാണ്. One is wickedness. അതിങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. It will keep on disturbing us. ബഹുമാനപ്പെട്ട പരീതനായ പാസ്റ്റർ വൈറ്റ് തോമസ് അവர்கள் ഇങ്ങനെ പറയുമായി, Honorable late Pastor White Thomas used to mention likewise, നമ്മുടെ പല്ലിനിടയിൽ ഒരു തേങ്ങാപ്പീര കയറിയാൽ നാക്കൊരിക്കലും അടങ്ങിയിരിക്കത്തില്ല. if a piece of a coconut enters within our teeth, our tongue shall not be saying peace. നാക്കിടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീരെ തൊട്ടുകൊണ്ടേയിരിക്കും. Our tongue will be disturbed and it will be touching that piece. അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. I have heard it and I also did it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. അതുപോലെയാണ് പാപത്തിന്റെ ശക്തി. Likewise is the power of sin. ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. It will keep on haunting and disturbing us. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. And then we will lose our peace. നമ്മളാകെ കൺഫ്യൂഷൻ ആകും. And we will be അപ്പൊ ഇന്ന് confused. രാത്രി നമുക്ക് യേശുവിനോടൊന്ന് ഏറ്റു പറയാം. Tonight let us confess to our Jesus. ആ യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. And above that let us love our cross. എവിടെയാണ് സാത്താൻ കീഴടങ്ങുന്നത്? Where does Satan get യേശു defeated? ചെയ്ത അത്ഭുതത്തിലല്ല. Not upon the miracle. യേശു വെള്ളത്തിന്റെ മീതെ നടന്നപ്പോഴല്ല. Not when Jesus walked upon the യേശു water. ലാസറിനെ ഉയർപ്പിച്ചപ്പോഴല്ല. Not when Jesus resurrected Lazarus. യേശു സാത്താൻ കീഴടങ്ങിയത് യേശുവിന്റെ ക്രൂശിലാണ്. But it was at the cross where Satan was defeated. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the ചില Lord. നാളുകൾക്ക് മുൻപ് എന്റെ കാലിൽ കഷ്ടമുണ്ടായി. A few times before there was an അതിന് കുറെ affliction in my leg. നാളുകൾക്ക് മുൻപ് എന്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു നല്ല ഫോട്ടോ തന്നു. And before a few days my dear friend gave me a photo. അതിൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ട് കാലും കൂടെ ചേർത്ത് വെച്ച് ചാണിയടിക്കുന്ന ഫോട്ടോയാണ്. And that photo was about the 2 feet of Jesus being put together and the nails being pierced. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the അപ്പൊ Lord. അതിൽ എന്റെ കൃപ നിനക്ക് മതി. And the verse is written, my grace is ഇങ്ങനെ sufficient for thee. മനോഹരമായ ഒരു ഫോട്ടോയാണ്. And it was a beautiful photo. എന്റെ കാലിൽ വേദന ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അതിൽ നോക്കിക്കൊണ്ടിരുന്നു. Whenever I was being afflicted by that pain, I used to look at രാത്രി that ഞാൻ photo. സാത്താനോട് പറഞ്ഞുകൊണ്ടിരുന്നു, And that night I used to say unto Satan, സാത്താനേ, നീ കീഴടങ്ങിയത് യേശുവിന്റെ ക്രൂശിലാണ്. Satan, you were defeated or subjected at the cross. എന്റെ ഒരു കാലിലെ കഷ്ടതയുള്ളൂ. There is only affliction in one of my എന്റെ legs. കർത്താവിന്റെ രണ്ട് കാലിൽ കൂടാണ് പടയാളി അണിയടിക്കുന്നത്.
അടിച്ചത്. But the soldier pierced the nail in both of the ഇപ്പോൾ feet of എന്റെ Jesus. ഒരു കാലും ഫ്രീ ആണ്. Even now my one leg is free. വേണമെങ്കിൽ നീ അതിൽ കൂടെ ആണി അടിച്ചോ. If you want, you pierce your nail upon പക്ഷേ it too. എനിക്കൊരു സത്യം അറിയാം. But I know a truth. ക്രൂശിന്റെ ചവിട്ടിലെ സാത്താൻ കീഴടങ്ങത്തുള്ളൂ. Only at the footstool of the cross of Calvary നമുക്ക് Satan നമ്മുടെ will be കർത്താവിന്റെ defeated. ക്രൂശിനെ സ്നേഹിക്കാം. Let us love the cross of Jesus. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. നമ്മുടെ സമാധാനം കെടുത്തുന്നത് ആരാണ്? Who is destroying or disturbing our ഒന്ന് peace? പാപത്തിന്റെ ശക്തി. One is the power of sin. രണ്ടാമതായി നാം നോക്കുമ്പോൾ Secondly, when we meditate, നമ്മുടെ സമാധാനം കെടുത്തുന്ന മറ്റൊന്ന് the one thing which is disturbing അത് our peace, ഭയങ്കര കുറ്റബോധമാണ്. it is the guilty ആ conscience. കുറ്റബോധം നമ്മുടെ സമാധാനം കെടുത്തിക്കളയും. When we are guilty, we are disturbed by our peace. കുറ്റബോധം രണ്ട് രീതിയിലുണ്ട്. There are two ways we are being ഒന്ന് stricken. ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന കുറ്റബോധമുണ്ട്. One is by the Spirit of the Lord. അതുകൊണ്ടായാൽ നമ്മൾ പുറത്തുപോയി പത്രോസിനെ പോലെ കരയും. And then we go out and cry like Peter. രണ്ടാമത്തെ കുറ്റബോധം And the second guilty conscience, അത് പരിശുദ്ധ ഈ സാത്താന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഒരു കുറ്റബോധമുണ്ട്. it is by the presence of Satan. സാത്താൻ ഇങ്ങനെ ചെറിയ കാര്യം ഊതി വീർപ്പിച്ച് 7400 അടി പൊക്കമുള്ള ഹിമാലയം പോലെ കൊണ്ടുവരും. He will expand the smallest sin of your life and make it huge. അതിങ്ങനെ ഊതി വീർപ്പിച്ച് വലുതാക്കും. It will be made humongous. അപ്പോഴേക്കും നമ്മൾ തകർന്നു. And then we will be അപ്പൊ destroyed. ഈ രണ്ട് രീതിയിലും കുറ്റബോധം വരും. So two ways we are being guilty അപ്പൊ conscious. എന്താണ് ഈ കുറ്റബോധം? What is this guilty conscience? ചെയ്യേണ്ടത് പലതും ചെയ്യാനൊക്കാതെ അവസരം പാഴായിപ്പോയല്ലോ എന്നൊരു കുറ്റബോധം. The guilty conscience that we could not do many things which we could have do. രണ്ടാമത് ചെയ്യേണ്ടാത്തത് പലതും ചെയ്ത് എന്റെ പ്രവൃത്തി നിമിത്തം അനേകർ ദുഃഖിക്കേണ്ടി വന്നല്ലോ എന്നുള്ള കുറ്റബോധം. And the second thing is the things which I have committed which I should not have done. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കുറ്റബോധമുണ്ട്. And two ways we are being afflicted. ഒന്ന്, ചെയ്യേണ്ട പലതും ഞാൻ ചെയ്തില്ലല്ലോ. Firstly, some things which I had to be done, ഇങ്ങനെയുള്ള I didn't കുറ്റബോധം do. ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? Is there any such guilty conscience ruling over you? കാലത്തെ ഒരു യൗവനക്കാരൻ നമ്മുടെ ഫെയ്ത്തോമിലേക്ക് വന്നു. In the recent times, a youngster came to our ആ faith. ഒരു യൗവനക്കാരൻ ഫെയ്ത്തോമിൽ വന്നിട്ട് The youngster came to our faith home അവൻ വ്യാകുലപ്പെട്ട് കരയുകയാണ്. and he is crying. ഞാനോട് ചോദിച്ചു, എന്താ വിഷയം? Why are you crying? I asked അവന്റെ him. കൈയും കാലും ഒക്കെ അങ്ങ് വിറയ്ക്കുകയാണ്. And his hands and legs were shivering. അപ്പോൾ അവന് ഇത് ഭയങ്കരമായ ഒരു കുറ്റബോധം. So he was affected by a guilty അവന്റെ ഒരു conscience. മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു. He had an elder brother. അവന്റെ അപ്പച്ചൻ മരിച്ച ശേഷം ഈ സഹോദരനാണ് അവനെ സംരക്ഷിച്ചത്. After his father passed away, it was his brother who took care എന്നാൽ of ആ him. സഹോദരൻ പെട്ടെന്ന് ഒരു അപകടത്തിൽ മരിച്ചുപോയി. But in an accident, suddenly his brother too, അദ്ദേഹം മരിച്ചത് ഇവന് ഭയങ്കര ഫീലിംഗ് ആയി പോയി. his brother too died, and it was a great affliction for him. എന്നോട് പറയുകയാണ്, അച്ചാച്ചൻ നരകത്തിലേ പോകത്തുള്ളൂ പാസ്റ്ററെ. And he was afflicted because he said that brother would end up in hell. എനിക്ക് കിട്ടിയ ഈ മഹത്തേറിയ രക്ഷ എനിക്കൊന്നും പറയാൻ ഒത്തില്ല. I could not share this great salvation to him. ഭയങ്കരമായ കുറ്റബോധം അവനെ ഭരിക്കുക. A great guilty conscience was ruling him. പലപ്പോഴും നാം ചെയ്യേണ്ട ധർമ്മവും നീതിയും ചെയ്യാതെ അവസരങ്ങൾ പാഴായി പോയല്ലോ, ഇനി അതൊരിക്കലും തിരികെ കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നമ്മളെ ഭരിക്കാറില്ലേ? Is in this feeling ruling over you that many of the responsibilities and duties which were to be done by you haven't done so far. രണ്ടാമത്, ചെയ്യേണ്ടാത്ത പലതും ആ കർത്താവേ ചെയ്തുപോയി, എന്റെ പ്രാകൃതത്താൽ അനേകർ മുറിവേറ്റല്ലോ എന്നുള്ള കുറ്റബോധം നമുക്കില്ലേ? Don't you have the second guilty conscience which is because of the things which you have committed because of your carnal ഈ mind? കുറ്റബോധം നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നില്ലേ? Isn't it disturbing the peace of your life? ഇന്ന് രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. Tonight let us go nigh unto Jesus. പാപത്തിന്റെ ശക്തിയാണോ നിന്റെ സമാധാനം കെടുത്തുന്നത്? Is it the power of sin which is disturbing your എങ്കിൽ peace? നമുക്ക് കർത്താവിന്റെ അടുക്കൽ പോയി നമ്മുടെ അവസ്ഥകൾ പറയണം. If so, we can share our situation to our Lord. രണ്ടാമത്, ഭയങ്കരമായ കുറ്റബോധം. Secondly, it is the guilty conscience. ഇങ്ങനെ കുറ്റബോധത്താൽ അലയുന്ന ആളുകളെ കാണാറുണ്ട്. There are many people who wander because of this guilty ഇന്ന് conscience. രാത്രിയിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? Tonight, is there anyone with ആ such a thought? കുറ്റബോധം നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നുണ്ടോ? Is that guilty conscience disturbing your കർത്താവേ, peace? ചെയ്യേണ്ട പലതും ഞാൻ ചെയ്തില്ലല്ലോ, Oh Lord, many things which I have to ഇനി do, ഒരു I haven't done. അവസരം എനിക്ക് തിരികെ കിട്ടത്തില്ലല്ലോ. I shall no longer receive that situation again. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? Is that thought prevailing you? പലപ്പോഴും കുറ്റബോധം നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയും. Many a times this guilty conscience shall disturb your peace. ഒരുപക്ഷേ പലപ്പോഴും നമ്മൾ സമാധാന സ്നേഹികളായിട്ടൊക്കെ ജീവിച്ചേക്കാം. Maybe we may be living a life of peace or lovers of പക്ഷേ
പക്ഷേ peace. പലപ്പോഴും ഇതേ മാനസികാവസ്ഥ അനേകർക്കുണ്ട്. But many people are afflicted by this ഇന്ന് situation. രാത്രി നമുക്ക് യേശുവിനോട് നമ്മുടെ അവസ്ഥകളെല്ലാം പറയണം. But tonight, let us share these experiences and incidents to അടുത്തതായി our Lord. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത് Secondly, the things which destroy our peace, ഭയത്തിന്റെ ആത്മാവാണ്. it is the spirit of fear. ഭയങ്കരമായ ഭയത്തിന്റെ ആത്മാവ്. The spirit or the terrible spirit of fear. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the ഞാൻ Lord. അടുത്ത കാലത്ത് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു ബുക്ക് വായിച്ചു. Recently, I read a book of a Christian missionary. അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. Both of them were അവർ doctors. ലോകത്തിൽ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. They used to visit many countries in the world. അതിനുശേഷം മനുഷ്യനെ അലട്ടുന്ന ഭയത്തെ കുറിച്ച് അവർ പഠിച്ചതാണ്. And they made a study regarding the fears afflicting man. അവർ പഠിച്ചപ്പോൾ അവർ എഴുതിയിരിക്കുന്ന 32 ടൈപ്പ് ഭയം മനുഷ്യനുണ്ട്. And they have mentioned 32 kinds of fears that are afflicting a man. ചിലർക്ക് ഇരുള് ഭയങ്കര ഭയമാണ്. Some people are afraid of ചിലർക്ക് darkness. ജനക്കൂട്ടത്തെ കാണുന്നത് ഭയമാണ്. Some people are afraid of the crowd. ചിലർക്ക് ശവപ്പെട്ടി കാണുന്നത് ഭയമാണ്. Some people are afraid of the sepulchre. ചിലർക്ക് ശവസംസ്കാരത്തിൽ പാടുന്ന പാട്ട് കേട്ട പേടിയാണ്. Some people are even afraid hearing the songs which are to be sung at the funeral. ചിലർക്ക് ചെറിയ പ്രാണിയെ ഭയമാണ്. Some people are afraid of tiny. ഒരുപാട് ഭയം മനുഷ്യനുണ്ട്. Many kind of phobias of fear afflicting ഭയം a ഒരു man. വലിയ കെണിയാണ്. It is a great snare. ഈ ഭയത്തിന്റെ എല്ലാം അടിസ്ഥാന ഘടകം മരണഭയമാണ്. And the main reason for this fear is the fear of death. ഒരുവൻ കർത്താവായ യേശുവിൽ വരുമ്പോൾ When a person is drawn unto Christ, യേശു അവന് പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം the greatest blessing which God is bestowing upon അവന് him മരണഭയത്തിൽ നിന്നുള്ള വിടുതലാണ്. is the deliverance from the fear of death. പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ When St. Paul is writing epistle unto Hebrews, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, he is saying അവൻ likewise, മരണഭയത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. they were delivered from the fear of death. മരണഭയത്തിൽ നിന്ന് വിടുവിച്ചു. They were delivered from the fear of ആരെങ്കിലും death. ഇന്ന് രാത്രിയിൽ മരണഭയത്തിന് അടിമകളുണ്ടോ? Is there anyone tonight who is being under the fear ആ of death? മരണഭയം നിങ്ങളെ ഒരു ഭയം മാത്രമല്ല, It is not just one fear, അത് അനേക ഭയത്തിലേക്ക് കൊണ്ടുപോകും. it will lead you to various kinds of fears. വാഹനം ഓടിക്കാൻ ഭയപ്പെടും. Some people are afraid of driving, ആ ഭയത്തിന്റെ ആത്മാവ് പിന്നെ നമ്മളെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കും. and this fear would be haunting and attacking us again and again. ആകിയാൽ ഇന്ന് രാത്രി നമുക്ക് ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം. Therefore tonight let us be delivered from that fear. അതിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? In order to be delivered from that fear, what shall we do? യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അറിയണം. We have to be aware of the presence of the Lord. യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അറിയണം. We have to be aware of the presence of Jesus. ഭക്തനായ ദാവീദ് പാടുകയാണ്, God-fearing David is saying likewise, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഭയപ്പെടത്തില്ല. even though I walk through the valleys of shadow of death, I shall fear no നീ evil, എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. because thou art with me. പ്രിയ ദൈവവൈദ്യരെ, Dear child of God, ഇന്ന് രാത്രി ഭയത്തിന് നീ അടിമയാണോ? tonight are you being subjected to the fear ആ of death? ഭയത്തിന്റെ സമാധാനത്തെ കെടുത്തുകയാണോ? Is it disturbing the peace of your life? ഇന്ന് രാത്രി നീ അറിയുവീ, Tonight be aware of what യേശു എന്ന ഇടയൻ നിന്നോട് കൂടെയുണ്ട്. Jesus the great shepherd is thy with thee. ദാവീദ് എന്ത് പറയുന്നു? What is David saying? കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും Even though I walk through the valley of the shadow of death, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. I will be afraid of no evil, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. because thou art with me. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? How many children of God believe this? ഉയർത്തുവന്ന യേശു എന്നോട് കൂടെയുണ്ട്. The resurrected Jesus is there along with me. ഉയർത്തുവന്ന യേശു എന്നോട് കൂടെയുണ്ട്. Resurrected Jesus is there nigh unto me. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോകട്ടെ, Even though I walk through the valley of shadow of എങ്കിലും death, ഞാൻ ഭയപ്പെടത്തില്ല. I will not be afraid. ധൈര്യമായി പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി എന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ In order to escape from fear, യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയണം. you have to experience the presence of Jesus in your spirit. രണ്ടാമത് എന്ത് ചെയ്യണം? Secondly, what you should do, ബൈബിൾ പറയുന്നു, Bible says, തികഞ്ഞ സ്നേഹം, the perfect love, യേശുവിന്റെ തികഞ്ഞ സ്നേഹം the perfect love of Christ Jesus, ഭയത്തെ പുറത്താക്കി കളയുന്നു. it will cast away all അപ്പൊ fear. ഇന്ന് രാത്രി ആർക്കെങ്കിലും ഭയമുണ്ടോ? Therefore, is there anyone with fear tonight?
tonight, നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. you shall do two things. ഒന്ന്, യേശുവിന്റെ സ്നേഹം കൊണ്ട് ഹൃദയം ഒന്ന് നിറയ്ക്കണം. One, you have to be filled with the love of Jesus. രണ്ട്, ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയണം. Secondly, you have to experience the presence of the resurrected ഇല്ല, Jesus. നിങ്ങൾ ഭയപ്പെട്ട് തുടരുകയാണോ? Are you being continued in the subjection of ഒരു fear? വലിയ സത്യം അറിഞ്ഞോളൂ. Be aware of a great truth. നിങ്ങൾ ഭയപ്പെടുന്നത് തന്നെ നിങ്ങൾക്ക് ഭവിക്കും. What you shall fear shall be happening to you. അതാണ് യോബ് പറയുന്നത്. That is what Job is saying. അയ്യോ യഹോവേ, Oh Lord, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് വന്നു ഭവിച്ചു. what I have been afraid of, it has happened to ഭയം me. ഒരു വലിയ കെണിയാണ്. Because fear is a great ഈ snare. രാത്രി ഭയം നിന്റെ സമാധാനം കെടുത്തരുത്. Tonight that fear should not disturb യേശു me. എന്നോട് കൂടെയുണ്ട്. Jesus is there nigh unto me. എത്ര പേർക്ക് ധൈര്യമായി പറയാം, How many of you can boldly say ഞാൻ this word? ഒരിക്കലും ഏകനല്ല. I am not alone. ഞാൻ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ, Even if I go through the ഞാൻ water, തീയിൽ കൂടെ പോകുമ്പോൾ, even if I go through the ഞാൻ fire, കൂരിരുൾ താഴ്വരയിൽ പോകുമ്പോൾ, even if I walk through the valleys of shadows of എന്റെ death, യേശു എന്നോട് കൂടെയുണ്ട്. my Jesus is there along with me. എന്റെ ഹൃദയം അവന്റെ സ്നേഹത്താൽ നിറയട്ടെ. Let my heart be filled with his love. ധൈര്യമായി പറയാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിന്റെ സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം. Let us be filled with the love of Jesus in our heart. മരണഭയം നമ്മെ വിട്ടു പോകട്ടെ. Let all the fears of death be cast away. എപ്പോഴും അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. Many a times it is following us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ നമ്മുടെ സമാധാനം കെടുത്തുന്നത് ആരാണ്? So what is disturbing our ഒന്ന്, peace? പാപത്തിന്റെ ശക്തിയാ. One, it is the power of sin. നമുക്ക് ക്രൂശിനെ സ്നേഹിക്കാം. Therefore let us love the അവന്റെ cross. കൃപയിൽ ആശ്രയിക്കാം. Let us trust upon his grace. അവന്റെ വചനത്തെ ധ്യാനിക്കാം. Let us meditate his word നമ്മളാൽ ആവോളം നന്മ ഭൂമിയിൽ ചെയ്യാം. and do good as much as we can in this നമ്മുടെ world. അവസരങ്ങളൊന്നും പാഴാക്കി കളയരുത്. Do not waste any opportunity for ഞാൻ it. ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ദരിദ്രനായ ഒരു മനുഷ്യൻ വന്നെന്നോട് പറഞ്ഞു, Once when I was ministering in a particular place and a poor person came to നീ me, ആയുസ്സിൽ ഒരു ദിവസം ഒരു നന്മ ചെയ്യണം. you have to do at least one good thing. ഒരു ദിവസം ഒരു നന്മ ചെയ്യണം. At least one good thing in a day. ഞാനൊരു യാചകനായിട്ട് എന്റെ അടുക്കൽ വന്നതാ. He came as a beggar. കുറേ കാര്യങ്ങൾ പറയുക. He is saying many things. അവസാനം എന്നോട് പറയാണ്, ഒരു ദിവസം ഭൂമിയിൽ നീ ഒരു നന്മ ചെയ്യണം. And in the end he said you should do at least one good in a day. അപ്പോൾ വർഷം നിനക്ക് 365 നന്മ ചെയ്യാം. Then in a year you can do 365 good നീ things. മരിച്ച ഒരു ദിവസം സ്വർഗത്തിൽ എത്തുമ്പോൾ And one day when you die and reach അവിടെ heaven, ഈ നന്മയുടെ വലിയൊരു കൂമ്പാരം കാണും. you shall see a great heap of അപ്പോൾ goodness. യേശു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ്, Then Jesus shall arise from his throne. എന്റെ മകനെ, എന്റെ വിശ്വസ്ത ദാസനെ എന്ന് നിന്നെ വിളിക്കും. He shall call you my son, my faithful one. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the ഇപ്പോൾ Lord. കായിനോട് ദൈവം എന്തു പറയുന്നു? What is God saying to കായീൻ, Cain? പാപം വാതിക്കൽ കിടപ്പുണ്ട്. Sin is at your doorstep. നീ അതിനെ ജയിക്കണം. You have to overcome it. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of നീ that? നന്മ ചെയ്യണം. You have to do good. ആ മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ When you do good unto human, അതിന് 3 വശമാണ്. there are 3 phases for ഒന്ന്, it. നമ്മുടെ പ്രവൃത്തിയാൽ നന്മ ചെയ്യാം. 1, by our deeds we can do good. 2, നമ്മുടെ വാക്കുകൊണ്ട് മറ്റൊരുവന് നന്മ ചെയ്യാം. Secondly, by our words we can do good to a man. ഇത് രണ്ടും ഒക്കുന്നില്ലെങ്കിൽ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. If neither of these can be done, you can pray ഇന്ന് for him. രാത്രി നീ ഒരു തീരുമാനമൊന്ന് എടുത്ത് Tonight to take a decision. വാതിക്കൽ കിടക്കുന്ന പാപത്തെ നീ ജയിക്കും. You can overcome the sin which is at your doorstep. വാതിക്കൽ കിടക്കുന്ന പാപത്തെ നീ ജയിക്കും. You shall surely overcome the sin at your ഞാൻ doorstep. നിങ്ങളോട് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. Because I am proclaiming the word of God to നീ you. നന്മ ചെയ്യുവീൻ, പാപത്തെ നിനക്ക് ജയിക്കും. If you do good, surely you shall overcome sin. നീ നന്മയെ സ്നേഹിക്കുവീൻ, പാപത്തെ നിനക്ക് ജയിക്കും. Love good things and you shall surely overcome നീ sin. ക്രൂശിനെ സ്നേഹിക്കുവീൻ, നിനക്ക് പാപത്തെ ജയിക്കും. Love the cross and you shall surely overcome sin. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുവീൻ. Be filled with the love of Christ Jesus in അപ്പോൾ your heart. നിനക്ക് ഭയത്തെ ജയിക്കും. Then you shall surely overcome fear. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. മറ്റൊരു ഭാഗം രോഗമാണ്. Another portion is a നമ്മുടെ sickness. സമാധാനം കെടുത്തുന്ന ഒരു ശരീരം
ശക്തി രോഗമാണ്. One power which disturbs our peace is രോഗം വന്നാൽ നമ്മുടെ സമാധാനം കെട്ടുപോകും. when we are sick, our peace is ആ destroyed. രോഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study about sickness, രോഗത്തിന് 3 വശങ്ങളുണ്ട്. there are 3 phases for sickness. ഒന്ന് രോഗത്താലുള്ള വേദനയുണ്ട്. One is the pain by sickness. 2 രോഗത്താലുള്ള വ്യാകുലമുണ്ട്. One is the agony because of sickness. 3 രോഗത്താലുള്ള ബലഹീനതയുണ്ട്. And the infirmity because of the പ്രിയ sickness. ദൈവവൈതലേ, Dear child of ഈ God, രാത്രി രോഗം നിന്റെ സമാധാനം കെടുത്തുകയാണ്. tonight is the sickness that is disturbing your peace. യേശു വരാറായി. Jesus is coming soon. യേശു നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? How is Jesus desiring to see you? അവൻ സമാധാനത്തോടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. He is longing that you may be found in perfect peace. ആരാണ് നിങ്ങളെ സമാധാനം കെടുത്തുന്നത്? Who is destroying or disturbing your peace? എന്നല്ലോ രോഗത്തിന് വേദനയുണ്ട്. There is a pain in the sickness. ആ രോഗത്തിന് ബലഹീനതയുണ്ട്. There is an infirmity in the sickness. രോഗത്തിന് വ്യാകുലതയുണ്ട്. And there is an agony lying within the ചില sickness. നാളുകൾക്ക് മുൻപ് ഞാൻ നോർത്ത് പറവൂരിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ A few years before, when I was ministering in North നമ്മളെ Parur, ഒരു വിശ്വാസി അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗിയായി കിടന്നു. one of our believers was being admitted in the government hospital. അദ്ദേഹത്തിന്റെ പേര് സെബാസ്റ്റ്യൻ എന്നായി. His name was Sebastian. അപ്പൊ ഞാൻ സെബാസ്റ്റ്യനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. And then I went to visit Sebastian. ഞാൻ in the ആ hospital. മുറിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. I was speaking unto him in that അപ്പോൾ room. സമീപമുള്ള മുറിയിൽ ഒരു നിലവിളി കേട്ടു. And in the nearby room, I heard a അപ്പൊ cry. ഞാൻ ആ മുറിയിലേക്കൊന്ന് ചെന്ന് നോക്കി. And I went and looked into that അപ്പോൾ room. ഒരു യൗവനക്കാരനാണ്. And it was a youngster. അവനൊരു 10-40 വയസ്സ് കാണും. He was 40 years of age. അവന്റെ കാല് രണ്ടും കൂടെ ഒരു കട്ടിൽ കെട്ടിയിരിക്കുക. And both of his legs were tied. അവന്റെ കൈ രണ്ടും പുറകിലേക്ക് കെട്ടിയിരിക്കുക. And his hands were tied too. അവൻ അലറി വേദനപ്പെടുകയാണ്. And he is crying. With pain. അപ്പൊ ഞാൻ പതുക്കെ അവന്റെ അടുക്കൽ ചെന്നു. And I went nigh unto him. ഞാൻ അവന്റെ അമ്മയോട് ചോദിച്ചു എന്ത് സംഭവിച്ചു. I sought for the details from his പെട്ടെന്ന് mother. അവന് കോപമുണ്ടായി. Immediately he was angry. അവൻ എന്നെ ദുഷിച്ച ഒരു ചീത്ത വർത്താനം പറഞ്ഞിട്ട് And he said a swear word against me. എന്നെ ഒറ്റ തുപ്പു തുപ്പി. And he spat on me. അതെന്റെ മുഖത്ത് വീണില്ല, എന്റെ ഉടുപ്പിൽ വീണു. And it fell on my garment. അപ്പൊ ഞാൻ അവിടെ നിന്ന് ദുഃഖത്തോടെ എനിക്ക് പ്രയാസം തോന്നി. I was troubled. അപ്പൊ ഞാൻ അടുത്ത മുറിയിലേക്ക് വന്നു. And I came back to the other room. അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്നു. I prayed and went back. പോരുന്നോടനെ അവന്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു, Immediately his mother came to me. "അച്ഛാ, ക്ഷമിക്കണമേ അച്ഛാ. Acha, forgive me. അതവന്റെ എന്റെ കുഞ്ഞാണ് അവൻ. He is my son. അവന്റെ കിഡ്നിയിൽ ക്യാൻസർ വന്നു. He is having cancer in his kidney. അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. No man can save him. അവന് പെയിൻ കില്ലർ കൊടുത്തോണ്ടിരിക്കുകയാണ്. They are giving him painkillers. പക്ഷെ ഇപ്പോൾ അത് ഏൽക്കുന്നില്ല. But it is not effective അവന് anymore. കുടിക്കാൻ വെള്ളം കൊടുക്കാൻ ഒക്കുന്നില്ല. They are not able to give him water to അവൻ drink. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഓടുകയാണ് റെയിൽവേ ട്രാക്കിലേക്ക്. Every now and then he is running to the railway അതുകൊണ്ട് tracks. അവനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. That is why he is tired. അവൻ അങ്ങയുടെ ശരീരത്തിൽ തുപ്പിയത് ക്ഷമിക്കണമേ. Forgive him, for he has spat on അന്നാണ് you. എനിക്ക് മനസ്സിലായത് മനുഷ്യന്റെ വ്യാകുലത വലുതാണ്. That's when I understood the agony of ഞാൻ man. ദുഃഖത്തോടെ വിത്തമിൽ പോയി. I went with sorrow to ഞാൻ the രാത്രി victor. മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. I prayed all night. പ്രഭാതമായപ്പോൾ അവന്റെ ഭാര്യ ആരിൽ നിന്നോ എന്റെ നമ്പർ വാങ്ങി. And early in the morning his wife took the അവരെന്നെ number. ഫോൺ ചെയ്തു. She called me. ദയവായി അങ്ങേ ഒരിക്കൽ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് വരാമോ. Could you visit once again to this അപ്പോൾ hospital? ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവൻ ആ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുക. And when I went over there, he was risen out അവൻ of the കൈകൾ hospital. കൂപ്പി എന്റെ കരത്തിൽ പിടിച്ച് ചുംബനം ചെയ്തു. Awake on his bed, he kissed my സാറേ, hand. അങ്ങയോട് ക്ഷമിക്കണമേ. So forgive me. ഞാൻ എന്റെ വേദന കൊണ്ട് ചെയ്തു പോയതാണ്. I did it out of my ഞാനൊരു affliction. കഠിന രോഗിയാണ്. I am a hard person. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. I am a very afflicted person. No man എനിക്കൊരു can save me. 7 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു. I had a home and 7 cents of land. ഞാൻ അത് വിറ്റാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തത്. After selling all this, I am doing this എന്റെ treatment. ഭാര്യയും എന്റെ അമ്മയും എന്റെ കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു പോയി. My wife and my mother and my children are being orphaned. എനിക്ക് സൗഖ്യം കിട്ടിയില്ല. I have not been ഞാൻ healed. അറിവില്ലാതെ കൊണ്ട് ചെയ്തു പോയി. അങ്ങയോട് ക്ഷമിക്കണം. Because I was unaware, I have done this. Forgive me. ദൈവ പൈതലേ, Dear child of God, രോഗത്തിന് വേദനയുണ്ട്. there is a pain in sickness. രോഗത്തിന് വ്യാകുലതയുണ്ട്. There is an agony. രോഗത്തിന് ബലഹീനതയുണ്ട്. There is the infirmity. രോഗമാണോ നിന്റെ സമാധാനം കെടുത്തുന്നത്? Is it the sickness that is ഈ afflicting
to you. രാത്രി നീ ഒന്ന് ഏറ്റു പറയുവേ, Tonight let us confess. എന്റെ വ്യാധികളെ യേശു ചുമന്നു, Jesus bore all my infirmities. എന്റെ വേദനകളെ യേശു വഹിച്ചു. He bore all my pain. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ആ മനുഷ്യൻ ചില നാളുകൾ കൂടെ ജീവിച്ചു, He lived for a little more days. പക്ഷേ അവൻ പിന്നെ വേദനയില്ലാത്തവനായി മരിച്ചു. And then he died without any ചില pain. നാളുകൾ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയും അമ്മയും നമ്മുടെ ഫെയ്ത്തോമിലേക്ക് വന്നു. After a few days, his wife and mother came to പക്ഷേ the ആ സംഭവം എന്റെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞു. But that incident stayed back into my ഇന്ന് രാത്രി memory. ഈ അവസ്ഥയാണോ നിന്റേത്? Tonight, is this your ആർക്കും situation? നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ല, Can no man help you? ആർക്കും നിന്നോട് ദേകാട്ടാൻ ഒക്കുന്നില്ല. Is there no man to show peace or mercy to ഭയങ്കരമായ you? വ്യാകുലം നിന്റെ മനസ്സിനെ വേട്ടയാടുകയാണോ? Are you being afflicted by the അത് agony? എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമായി തീരുമോ? Is my life being a burden to others? ഇല്ല, ദൈവവൈദ്യരെ, ദൈവം നിന്നെ അനാഥനായി വിടത്തില്ല. No, my child, you shall not be left comfortless. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? How many children of God believe these എന്റെ words? ദൈവം എന്നെ അനാഥനായി വിടത്തില്ല. My Lord shall never leave me എന്റെ comfortless. ഭാരം എന്റെ ദൈവം ചുമക്കും. My Lord shall bear my അവന്റെ burden. ക്രൂശ് എനിക്ക് ജയം തരും. His cross shall surely grant me അവന്റെ victory. സ്നേഹം എന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കും. And his love will deliver me from അവന്റെ fear. സാന്നിധ്യം എന്റെ ഹൃദയത്തെ ഉണർത്തും. And his presence shall revive my heart. അവന്റെ അടിപ്പിണർ എനിക്ക് സൗഖ്യം തരും. And by his stripes I shall be healed. എന്റെ ഭാരം അവൻ ചുമക്കും. And he shall bear my infirmities. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, Those who believe, lift up your hands. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, Lift up all ye hands. എത്ര പേർ യേശുവിന്റെ മുഖം കാണുന്നു? How many of you see the countenance of Jesus? യേശുവിന്റെ സിംഹാസനം കണ്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. Those who have seen the throne of Jesus, lift up your hands. യേശുവിന്റെ തേജസ്സുള്ള മുഖം കണ്ടവർ ശക്തിയായി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. Those who have beholded his glorious countenance, lift up ഇന്ന് your രാത്രി hands. വിശ്വാസത്തോടെ ഏറ്റുപറയുക. With faith, confess it tonight. പാപശക്തിയെ, Oh, the power of sin. ഇന്നു മുതൽ നീ എനിക്ക് കീഴടങ്ങി തരും. Tonight onwards, you shall be subject ഞാൻ to എന്റെ me. യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കും. I will love the cross of my Jesus. ഞാൻ എന്നാലോ കഴിയുന്നിടത്തോളം നന്മകൾ ചെയ്യും. I shall do good as much as I can. എന്റെ കർത്താവിനെ അനാഥനായി വിട്ടിട്ടില്ല. Because my Lord will never leave me ഇന്ന് comfortless. രാത്രി അവൻ എന്നെ സൗഖ്യമാക്കും. And tonight he shall certainly heal അവൻ me. എന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. He shall strengthen my bones. അവൻ എന്റെ മുറിവുകളെ കെട്ടിത്തരും. He shall bind my wounds. വിശ്വസിക്കുന്നവർ ശക്തിയായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ സമാധാനം കെടുത്തുന്ന സാത്താന്റെ മേൽ ജയം പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. So tonight you shall depart from this presence, getting victory over the sin. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. ഞാൻ പറഞ്ഞല്ലോ, രോഗത്തിന് വ്യാകുലമുണ്ട്. There is an agony in ഭയങ്കരമായ sickness. വ്യാകുലം. There is a great agony. പലരെയും അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. And it is affecting many people. അവർ പേടിച്ച് അതിലേക്ക് തന്നെ പോവുകയാണ്. And being feared, they are running again and again into it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his name. അടുത്തതായി നമ്മുടെ സമാധാനം കെടുത്തുന്നത് എന്താണ്? The next thing which is disturbing our peace, ബുദ്ധിയാണ്. ബുദ്ധി, it is the wisdom. നമ്മുടെ ബുദ്ധി ചിലപ്പോഴൊക്കെ നമ്മുടെ സമാധാനത്തെ കെടുത്തും. Our wisdom shall sometimes trouble our peace. നമ്മൾ ഈ മനുഷ്യന്റെ ബുദ്ധിയെ കുറിച്ച് പഠിച്ചാൽ, When we study about the wisdom of a man, ഈ ബുദ്ധിക്ക് രണ്ടു വശങ്ങളുണ്ട്. there are two sides for the brain. ബുദ്ധിയുടെ ഒന്നാമത്തെ വശം അത് റിമെമ്പർ, ഓർമ്മയാണ്. The one side of a brain is the memory. ബുദ്ധിയുടെ രണ്ടാമത്തെ വശം വരാൻ പോകുന്നവയെ കുറിച്ചുള്ള ചിന്തയാണ്. And the second part of the brain is the creative part which speaks about things to come. നിങ്ങളുടെ ബുദ്ധിയെ എടുത്തു നോക്കുമ്പോൾ When you take your brain, ആ ബുദ്ധിയിൽ ഓർമ്മ ഇങ്ങനെ കിടക്കുകയാണ്. the remembrance is there on one side. മനുഷ്യ മനസ്സിൽ കുടിയേറി പാർക്കുന്ന കുറെ ഓർമ്മകൾ കിടക്കുകയാണ്. There are many memories down into the lane of the remembrance of a man. ആ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ When you look ahead, ഭാവിയിൽ വരാൻ പോകുന്നവയെ കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിക്കുക. the troubles and worries of the things to happen in the future is അപ്പോൾ affecting a person. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ കയറി നിന്ന് And in between both of them, മനസാക്ഷി എന്നൊരു ന്യായാധിപൻ നമ്മെ വിധിക്കുകയാണ്. the conscience of being a judge is judging us. അപ്പോഴേക്ക് നമ്മുടെ സമാധാനം പോയി പോകും. And by then our peace is gone ഞാൻ lost. പറഞ്ഞല്ലോ, ബുദ്ധിക്ക് രണ്ടു വശമാണ്. Two sides are there in the brain. As I mentioned. ഓർമ്മയുടെ ഭാഗം, One is the part of memory. നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഓർമ്മ കുടികെട്ടി കിടക്കുക. There down in our brain are remembrance or
your memories of different things. ആ രണ്ടാമത് ഭാവിയിൽ വരാൻ പോകുന്നതിന്റെ അന്വേഷണമാണ്. And the next thing is to seeking the things in the happen in the future. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയാണെങ്കിൽ And if this is our brain, ഇതിന്റെ ബാക്ക് സൈഡിലാണ്, ബുദ്ധിയാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഓർമ്മ നിൽക്കുന്നത്. in the brain, the memory is in the back side. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വരാനുള്ള കാര്യം ചിന്തിക്കുകയാണ്. And the front part is the parts of creativity. അപ്പോ ഇതിന്റെ ഇടയിൽ ആര് കയറി നിൽക്കും? And who shall stand in midst this? ഇതിന്റെ നടുക്ക് മനസാക്ഷി കയറി നിൽക്കും. Conscience shall stand in between them. മനസാക്ഷി ഒരു അരണ്ട വെളിച്ചമാണ്. And it is a diminished light. ആ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ And in the light of the conscience, ന്യായാധിപനായ ദൈവത്തെ കാണാം. it shall see the judge of God. അവന്റെ നീതിയുള്ള സിംഹാസനം കാണാം. And you shall see the righteous throne. അവന്റെ നീതിയുള്ള വിധി കാണാം. And you can see his righteous judgments. പുരുഷന്മാരുടെ യാതനാസ്ഥലം കാണാം. You can see the place of agony of wicked people. നീതിമാന്മാരുടെ പരദീസ കാണാം. You shall also see the paradise of righteous. അപ്പോഴേക്ക് നമ്മുടെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങും. And immediately your heart shall tremble. സത്യമല്ലേ ഞാൻ പറയുന്നത്? Is it not the truth which I am saying? അപ്പൊ നമ്മുടെ ഓർമ്മ ഇങ്ങനെ കിടക്കും. And our memory shall be like this. എല്ലാ കാര്യമൊന്നും ഓർക്കത്തില്ലേലും Even though we do not remember everything, ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കിടക്കും. some things would be there in our memory. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില മനുഷ്യർ എന്തോ പാടുപെടുമെന്നറിയാം. And some people, how hard they try in order to escape. ആവറേജ് ഒരു 3-3.5 വയസ്സ് മുതൽ From the age of 3 to 3.5, ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഓർമ്മ കിടക്കും. the memory starts building up in the mind of a അടുത്ത child. കാലത്ത് കടമനാട് ഫെയ്ത്തോമിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്നു. Recently, a small girl came to the Kadambanad Faith Home. അവൾ ദുബൈയിൽ എവിടെയോ ഒരു ഗവൺമെന്റ് നേഴ്സാണ്. She is a nurse in Dubai. അവൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഫെയ്ത്തോമിലേക്ക് വന്നു. And after that she came to the Faith Home. അപ്പൊ എനിക്കതിനെ പരിചയമൊന്നുമില്ല. I did not know that person. സന്തോഷത്തോടെ വന്നിരുന്നു. She came with എന്നോട് happiness. ചോദിച്ചു, പാസ്റ്റപ്പച്ചൻ എന്നെ ഓർമ്മയുണ്ടോ? She asked me, Pastor Pacha, do you remember me? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ലല്ലോ. I said, I do not remember. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ഒരു 3.5 വയസ്സ് പ്രായമുള്ളപ്പോഴേ And then she shared, when I was 3.5 years old, പാസ്റ്റപ്പച്ചനാണ് ആദ്യമായി എന്റെ വീട്ടിൽ വന്നത്. it was Pastor Pachan who came to my home the first. ഞാൻ ചോദിച്ചു, എവിടെയാണ്? Where is it? അത് പെരുന്നാട് ഫെയ്ത്തോമിലാ. It was at Perunad. പെരുന്നാട് ഒരു നദി നീന്തി കയറി ആ പൊക്കത്തിലിരിക്കുന്ന വീട് ഓർമ്മയുണ്ടോ? Do you remember a home which is across the shore at the high place? അപ്പൊ ഞാനിങ്ങനെ ഓർക്കാൻ തുടങ്ങി. And then I started to remember. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 24 വർഷങ്ങൾക്കപ്പുറമാണ്. It was at 24 years before. ഞാൻ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. I could not remember it in the അവൾ beginning. ഇങ്ങനെ പറയാൻ തുടങ്ങി, She started to share the പാസ്റ്റപ്പച്ചൻ incident. എന്റെ വീട്ടിൽ വന്നു. Pastor Pachan came to my എനിക്ക് home. 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. I was only 3.5 then. എന്റെ മമ്മി ഒരു രോഗിയായിരുന്നു. My mom was a sick person. എന്റെ പപ്പ കടം കയറി നശിച്ചിരുന്നു. And my dad was destroyed because of the debt. ആരും ഞങ്ങൾക്ക് സഹായം ഉണ്ടായിരുന്നില്ല. No man was there to help us. എനിക്കൊരു കുഞ്ഞ് അനുജത്തിയും ഉണ്ടായിരുന്നു. I had a younger sister too. പാസ്റ്റപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറി. Pastor Pachan came into our home. പാസ്റ്റപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ Pastor Pachan, after going to the എനിക്ക് prayer, എന്റെ കയ്യിലൊരു 350 രൂപ തന്നു. Pastor Pachan gave me 350 rupees. എന്റെ കയ്യിലൊരു 350 രൂപ തന്നു. You handed me 350 പാസ്റ്റപ്പച്ചൻ rupees. പോയ ഉടനെ എന്റെ മമ്മി കരഞ്ഞുകൊണ്ട് എന്റെ കയ്യെ പിടിച്ചു സത്യം ചെയ്യിച്ചു. Pastor Pachan, as soon as he left, Mummy caught my hand നീ എന്തെങ്കിലും ഭൂമിയിൽ ശമ്പളം വാങ്ങേണ്ടി വരുന്നെങ്കിൽ and she made me to say, saying, whenever you receive a നീ salary, ആദ്യം കൊണ്ടുപോയി പാസ്റ്റപ്പച്ചന് കൊടുക്കണം. the first thing you should do is to give it back to your Pastor Pachan. അന്നവർക്ക് 3.5 വയസ്സേ ഉള്ളൂ. She was only 3.5 then. അവളെന്നോട് കറക്റ്റായിട്ട് പറയുകയാണ്. She is saying it very correctly. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the അപ്പോൾ Lord. എനിക്ക് മനസ്സിലായി 3.5 വയസ്സ് മുതൽ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കാം. Then I understood a child of 3.5 can remember things. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was amazed. അപ്പൊ അവൾ പറയുകയാണ്, She is saying, അന്ന് അമ്മി എന്റെ കയ്യെ പിടിച്ച് രാത്രിയിൽ സത്യം ജയിച്ചു. Mummy took hold of my hand and made a truth, an oath that night. കുഞ്ഞിനെന്തെങ്കിലും ശമ്പളം കിട്ടിയാൽ Whenever you receive a salary, പാസ്റ്റപ്പച്ചൻ എവിടെയാണേലും പോയി കൊടുക്കണം. wherever Pastor Pachan might be, you should go over there and give. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ വെയ്ത്തമിലേക്ക് വരികയാണ്. Just after she landed at the airport, she was പ്രിയ telling us, സഹോദരങ്ങളെ, dear brethren, ഇതുപോലെ ചില ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ കിടപ്പില്ലേ? isn't there such kind of memories down in your അത് memory? ചിലപ്പോഴൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലേ? Isn't it afraiding and threatening you a while? അത് നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നില്ലേ? Isn't it disturbing your peace? വരാൻ പോകുന്നവയെ കുറിച്ചൊരു വ്യാകുലത നിങ്ങൾക്കില്ലേ?
He's in there trouble about the things which is about to happen. ഇതിനിടയിൽ മനസ്സാക്ഷി നിന്ന് വിധിക്കുന്നില്ലേ? And in the midst of it, he's in the conscious sitting ഇന്ന് there. രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. Tonight, let us come nigh unto Jesus. നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവത്തോട് പറയണം. We should share our experience unto him. ചില മനുഷ്യരൊക്കെ മറക്കാൻ ശ്രമിക്കും, പക്ഷേ നടക്കത്തില്ല. Some people try to forget it, but it is not happening. മറക്കാനൊക്കെ ശ്രമിക്കും, നടക്കുകയില്ല. They try to forget it, but it's not happening for them. നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? To forget what you should do. ബൈബിളിൽ അങ്ങനെ മറന്നൊരു മനുഷ്യനുണ്ട്. There is one person who forgot all these things. പേര് ജോസഫ് എന്നാണ്. His name is Joseph. ജോസഫ് മറന്നുപോയി. Joseph forgot it. എപ്പോഴാണെന്ന് അറിയാമോ? When was it? അവനൊരു കുഞ്ഞ് ജനിച്ചു. When a child was born unto him. നല്ലൊരു മോൻ ജനിച്ചു. A nice son was born to him. അവന്റെ പേര് മനശ്ശെ എന്നാണ്. And his name was Manasseh. മനശ്ശെ ജനിച്ചപ്പോൾ And when Manasseh was born, ആ കുഞ്ഞുമായി ജോസഫിന്റെ അടുക്കൽ ചെന്നു. the child was brought unto Joseph. ജോസഫ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. Joseph took that child in his hands. അവൻ കരയുവാൻ തുടങ്ങി. The child started to cry. അവൻ പറയുകയാണ്, He is saying, മിസ്രയീമിൽ എന്നെ വർദ്ധിപ്പിച്ചല്ലോ. the Lord has multiplied me in Egypt. എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ. He has granted me a son. യഹോവ എന്റെ ദുഃഖങ്ങളെയും And the Lord has made me to forget എന്റെ ഗ്രഹത്തെയും my home and the agonies. മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് He said, he made me to forget it. അവന് മനശ്ശ എന്ന് പേരിട്ടു. And named him Manasseh. നമ്മുടെ ഇടയിൽ മനശ്ശ ജനിക്കത്തില്ല. In our midst there won't be Manasseh. നമ്മുടെ ഇടയിൽ വല്ല ഇസ്മായിലോ ഏശാവോ ഒക്കെയാ ജനിക്കുന്നത്. Only Ismail or Esau may born in us. അതാണ് 56 വർഷം കഴിഞ്ഞിട്ട് മറക്കാത്ത. That's why even after multiple years you won't forget. ഇതിനിടയിൽ എത്ര ഏറ്റുപറച്ചിൽ നടത്തി, തിരുവത്താഴം കൂടി, ചുമ്മനം കൊടുത്തു, താടി കൂട്ടി ഇടിച്ചു, പക്ഷെ മറക്കത്തില്ല. Many gatherings, many meetings, many lots of yet you will not forget it. കാരണം എന്താ? Why? മനസ്സ് ജനിച്ചിട്ടില്ല. Because Manasseh hasn't been born yet. മനസ്സിൽ ജനിക്കാമോ? If Manasseh is born in our heart, എല്ലാം മറന്നുപോകും. you shall forget everything. ജോസഫ് മറന്നുപോയി. Joseph forgot അവനെ everything. വിറ്റത് മറന്നുപോയി. He forgot that he was being sold. അവന്റെ വസ്ത്രം അഴിച്ചെടുത്തത് മറന്നുപോയി. He forgot that he was being unloosed. അവനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത് മറന്നുപോയി. He forgot that he was being cast into an അവൻ empty well. കാരാഗൃഹത്തിൽ കിടന്നത് മറന്നുപോയി. He forgot the days of his imprisonment. ഇപ്പോൾ അവൻ എന്ത് പറയുന്നു? Now what is he saying? ഞാൻ എന്റെ ദുഃഖങ്ങളെ മറന്നുപോയി. I have forgotten the days of my sorrow. ഞാൻ എന്റെ ഗ്രഹത്തെ മറന്നുപോയി. I have forgotten my household too. കാരണം എന്ത്? Why? ഒരു മനുഷ്യ ജനിച്ചിരിക്കുന്നു. Because Manasseh has been born. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ആ മനുഷ്യ ജനിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. Therefore let us pray that Manasseh be born in ചിലര് tonight. ജീവിതത്തിൽ മറക്കത്തില്ല. Some people they won't forget ever. ചിലര് പറയത്തില്ലേ, Some people do they say, ചത്താലും ഞാൻ മറക്കത്തില്ല. I will not forget even if I die. നല്ല വെളിപ്പാടാ. Great revelation. ചത്താലും ഞാൻ മറക്കത്തില്ല. Even if I die, I won't forget. ഇനി ചിലരെന്ത് പറയും? Some people, എടാ ഞാൻ ആയതുകൊണ്ടാ ദൈവം ക്ഷമിച്ചത്. it is because of me that God forgave. ഞാൻ ആയതുകൊണ്ടാ ക്ഷമിച്ചത്. It is because of me God forgave. പക്ഷെ ദൈവം ഇത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. But I don't think God will forget it. ദൂതന്മാർ അമ്പരന്ന് പോകും. Angels would be wondered. എന്റെ പൊന്നു കർത്താവേ, What, oh great Lord, ദീർഘക്ഷമയും മഹാദയുള്ള അങ്ങേക്കാളും a long-suffering Lord about you. ക്ഷമിക്കുന്ന ഒരു മത്തായി ലോകത്തിലുണ്ടല്ലോ. There is a Matthew who is more forgiving than you. ലോകത്തിൽ പോലും അത്ഭുതപ്പെട്ടു പോകും. Even heavens would be trembled. പറയുന്നത് എന്താണ്? Why? ഞാൻ ആയതുകൊണ്ടാ ക്ഷമിച്ചത്. It is because of me that I forgave. അടുത്തത്, Secondly, ദൈവം ക്ഷമിക്കത്തില്ല. even then God would not അപ്പോൾ forgive. ക്ഷമയുടെ കാര്യത്തിൽ ആരാണ്? So who is greater? ദൈവം താഴെ മത്തായി വേളിലുമാണ്. And God down and Matthew above. എന്റെ പൊന്നു മത്തായി, Oh dear Mathai, നിത്യതയിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കും കേട്ടോ. you shall beat your hands and feet in eternity. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. It is not like how we think. മനുഷ്യ ജനിക്കണം. Manasseh should be born in us. നമ്മുടെ ദുഃഖങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും. We shall forget all our sorrows. നമ്മളിൽ പലപ്പോഴും ഏശാവാണ് ജനിക്കുന്നത്. Many a times Esau is born in us. അതുകൊണ്ടാണ് മറക്കത്തില്ലെന്നേ. And we won't forget them. നമ്മളോടൊക്കെ തന്നെ പറയില്ലേ, പാസ്റ്റർച്ചാൻ എന്തോ ഈ പറയുന്നത്? Pastor Pujja, what are you saying? എന്ത് ചെയ്താലും മറക്കത്തില്ല. Whatever I do, I will not forget. മറക്കാതിരിക്കുക. It is you are not forgetting. നിത്യതയിൽ കണക്ക് പറയുമ്പോഴേ ടെൻഷൻ വരാതിരിക്കുമല്ലോ. You shall not be tensed when you are saying the account in eternity. ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിക്ക് രണ്ടു വശമാണ്. Therefore two sides of your brain. ഒന്ന് ഇങ്ങനെ ഓർമ്മകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. One part where you have kept down all the memories. ഒരു 3.5 വയസ്സ് അതിന് മേലിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3.5 years and below that it's not there. ആ
കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. But when the child shared, it's then I remembered. അന്ന് അവൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. It was only 3.5 then. ഞാൻ കൊടുത്ത പൈസയൊക്കെ കറക്റ്റായിട്ട് പറയുക. She even mentioned the amount clearly. പപ്പ കടയിൽ കൊണ്ടുപോയി സാധനം വാങ്ങിയ കാര്യമൊക്കെ പറയുക. She was sharing the incident about her father buying things. അപ്പോൾ എനിക്ക് മനസ്സിലായി 3.5 വയസ്സുള്ള ഓർമ്മകൾ മനസ്സിലുണ്ട്. And then I understood from 3.5 memories stay down. ഇത് നമ്മളെ ഭയപ്പെടുത്താറുണ്ടോ? Is it threatening you? ഇടയ്ക്ക് മനസ്സാക്ഷി കയറി നിൽക്കും. It shall in the midst conscience shall stand. മനസ്സാക്ഷിയിൽ ഇങ്ങനെ ദൈവത്തിന്റെ സിംഹാസനം കാണും. And conscience shall see the throne of God. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളം കടന്ന് കിട്ടുകിട്ടാന്ന് വിറയ്ക്കും. Immediately your heart shall start to tremble. ശ്രദ്ധിച്ചാൽ അറിയാം. If you examine, you shall see. നമ്മുടെ സമാധാനം പോകും. Immediately you will lose. അതിന് യേശു തന്ന സമാധാനം ഏതാണെന്നറിയാമോ? But the peace which Jesus gave us, St. Paul is saying, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. the peace which surpasses all human understanding. ഇന്ന് രാത്രി ഒന്ന് ഏറ്റു പറയുക. Tonight you shall confess, സാത്താനേ, Satan, എന്റെ യേശു എനിക്ക് തന്ന സമാധാനം, the peace which my Jesus has given for me, സകല ബുദ്ധിയെയും കവിയുന്നതാണ്. it surpasses all human understanding. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് കിട്ടിയ സമാധാനം അതാണ് കേട്ടോ. So we have received such kind of a peace. നമ്മുടെ സമാധാനം കെടുത്തുന്ന ആരാണ്? Who is disturbing our peace? ഒന്ന് പാപം, One is sin. രണ്ടാമത് കുറ്റബോധം. Second is the guilty conscience. എത്ര പേര് കുറ്റബോധം ചുമന്ന് അലയുന്നുണ്ടെന്ന് അറിയാമോ? How many people are wandering and bearing this conscious sin? പലരോട് പോയി ഇടപഴകുമ്പോഴേ അവരുടെ കുറ്റബോധം, Being indulged with various people, they are being guilty conscious. അവസരങ്ങളൊക്കെ പാഴായി പോയി. Many opportunities has been lost. എന്ത് ചെയ്യാനൊക്കും? What can I do? ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. As I might have shared ഞാൻ before, ആലുവായിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ once when I was ministering at Alva, നമുക്ക് ന്യൂസ് പേപ്പർ തരുന്ന ഒരാളുണ്ടായി. there was a person who distributes newspapers. അതിരാവിലെയാണ് പേപ്പർ നമുക്ക് ലഭിക്കുന്നത്. Early in the morning do we receive the newspaper. അതുകൊണ്ട് ഞാൻ ആ പേപ്പറിന്റെ ഓണറിനെ കണ്ടിരുന്നില്ല. Therefore I do not know the person who delivered it. ഒരു ദിവസം അദ്ദേഹം അതിന്റെ പണം വാങ്ങാനായി വിശ്വാസ വീട്ടിൽ വന്നു. So one day in order to get the payment he came to the faith hall. ഞാൻ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കാലിൽ വലിയൊരു കെട്ടാണ്. And when I looked at his leg, there was a great binding. അതിൽ കൂടി ഇങ്ങനെ റെഡ് ബ്ലഡ് ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. And the blood was pouring out from it. അദ്ദേഹം അങ്ങനെ കാല് ഏന്തി പിടിച്ച് ഏന്തി വന്ന് ഞാനൊരു ചെയറിലിരുത്തി, അങ്കിൾ ഇതേൽ ഇരുന്നാട്ടെ എന്ന്. And I asked him to sit on a chair. വയോധ്യനായ ഒരു മനുഷ്യനാണ്. An elderly man. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാണ് ഈ മുറിവ്? I asked him, what is this wound of? അപ്പൊ അദ്ദേഹം ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലുള്ള ആളാണ്. He is a person of a Catholic എന്നോട് background. പറഞ്ഞു, അച്ഛാ അതെ ഷുഗർ വന്നിട്ട് മുറിഞ്ഞതാണ്, വ്രണം കരിയുന്നില്ല. He said it was wounded because of high sugar and it is not drying up yet. അപ്പൊ ഞാൻ പറഞ്ഞു, മെഡിസിൻ ഒന്നും ഉപയോഗിക്കുന്നില്ലേ? I asked him, don't you apply medicines for it? ഒരുപാട് മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുന്നു. He said, I tried many medicines, പക്ഷെ അതിന്റെ മുറിവ് കരിയുന്നില്ല. but the wound is not being അപ്പൊ healed. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. So I was conversating with him. അദ്ദേഹം എന്നോട് പറയാ, Immediately he was saying, ഈ കാലിലെ വേദനയല്ല വിഷയം, it is not the pain on my leg that is troubling. ഇതിനേക്കാൾ വലിയൊരു മുറിവ് എന്റെ ഹൃദയത്തിലുണ്ട്. There is a greater wound in my heart. അങ്ങേ എന്നെ ഒന്ന് സഹായിക്കാമോ? Can you help me? അപ്പൊ ഞാൻ പേടിച്ചു പോയി. I was afraid. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? What is the matter? അപ്പൊ താൻ ആ മുറിവിന്റെ കാര്യം പറയുകയാണ്. Then he was sharing that wound of എന്റെ the heart. വീടിന്റെ സമീപത്ത് ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു. There was a poor man nearby. അവന്റെ അപ്പച്ചൻ മുതലേ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. Since his forefathers, they used to work at our അവൻ home. കുഞ്ഞു ബാലനായി എന്റെ വീട്ടിലൊക്കെ ഓടി നടന്ന് വളർന്നവനാണ്. Right from his childhood, he used to play and work in our home. വിവാഹിതനായി അവന്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നപ്പോൾ He was married and later when his അവൻ children grew up, താമസിക്കുന്ന സ്ഥലം ഒരു വെള്ളക്കുഴിയാണ്. the place which he was living was a place with അതുകൊണ്ട് water. അവന് എന്റെ വീട് റോഡ് സൈഡിൽ ഇച്ചിരി സ്ഥലം കൊടുക്കാമോ എന്ന് ചോദിച്ചു. So he asked for some land nearby the അപ്പൊ roadside. ഞാൻ പറഞ്ഞു, തരാമടാന്ന് പറഞ്ഞു. I said, I will give അപ്പോൾ you. അവൻ പോയി അവന്റെ വസ്തു അതിന്റെ അഡ്വാൻസ് വാങ്ങി ഇവിടെ കൊണ്ടു കൊടുത്തു. So he took the advance and gave it for this plot. അത് വളരെ നിസ്സാര വിലക്കായിരുന്നു. And it was for a few money. അപ്പൊ സ്ഥലം കൊടുക്കാമെന്നും പറഞ്ഞു. And the land was പക്ഷേ given. പെട്ടെന്ന് സ്ഥലത്തിന് വില കൂടി. But immediately the price of the land തന്റെ increased. ഭാര്യയും മക്കളും അനുവദിച്ചില്ല. So his wife and children could not അവസാനം allow. തനിക്ക് വസ്തു കൊടുക്കാൻ ഒക്കാതെ വന്നു. And in the end he could not sell the അത് land. പോലീസ് കേസിൽ പോയി. And it became a police case. അവസാനത്തേക്ക് ഒരു നല്ല അഡ്വക്കേറ്റിനെ സ്വാധീനിച്ചു. And then he asked the sought help from a ആ good advocate. അഡ്വക്കേറ്റിനെ മെടുക്കൊണ്ട് ഇവൻ പണം കൊടുത്തതായി തെളിവില്ല. And with the help of the advocate there was no proof of അതിന് the money. യാതൊരു റെക്കോർഡുമില്ല. There was no record for it.
കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചു. The court gave a suitable verdict. അവസാനം ആ മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി പോയി. And at the end, that man went empty. അധികം വൈകുമ്പോ അവൻ അച്ചായിക്ക് വന്ന് മരിച്ചു. And without much days, he died അവസാനം with അവന്റെ an attack. ഭാര്യയും കുഞ്ഞുങ്ങളും എവിടെയോ അനാഥരായി പോയി. And his wife and children were comfortless and orphaned. പക്ഷേ അത് ഈ മനുഷ്യനെ അലട്ടാൻ തുടങ്ങി. And this thing started to trouble this അപ്പോൾ man. എന്നോട് പറയാണ്, അച്ഛാ ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? He is sharing, Apacha, how long it has been that I have slept. ഞാൻ കണ്ണടയ്ക്കുന്ന ഉടനെ അവനെയാണ് കാണുന്നത്. Whenever I close my eyes, I behold അവൻ him. കുഞ്ഞു ബാലനായി എന്റെ വീട്ടിൽ ഓടി നടന്നതാണ്. He started to play and work in my home അവൻ since എന്നെ childhood. മുതലാളി എന്ന് വിളിച്ചു വളർന്നവനാണ്. He is the one who grew up calling me honor. അയ്യോ അവൻ മരിച്ചുപോയി. Oh, he has died. അവന്റെ കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടുപോയി. And his children are being orphaned. അവരെവിടെയാണെന്ന് അറിയത്തില്ല. I do not know where they ഞാൻ are. അതിന്റെ 5 ഇരട്ടി തിരികെ കൊടുക്കാം. I will give fivefold for it. അങ്ങ് എന്നെ ഒന്ന് സഹായിക്കാമോ? Can you help me? ഹൃദയത്തിലെ ആഴത്തിലെ മുറിവ്, The wound within the depth ആ of the heart. മുറിവ് ഓർമ്മയിലേക്ക് വരികയല്ലേ? And that wound is being brought to remembrance. ചെയ്തുകൂടാത്ത പലതും ചെയ്തു പോയതിന്റെ ഭാരമല്ലേ? Things and burdens because of the things which you are not supposed to do. ചെയ്യേണ്ടത് പലതും ചെയ്യാനൊക്കാതെ അവസരം പാഴാക്കിയ ദുഃഖമല്ലേ? Is it the sorrow because of the things which you did which were ഇന്ന് not രാത്രി done? നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാം. Tonight let us come nigh unto Jesus. സോറി കർത്താവേ, അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. Sorry, O Lord, such things happened. കർത്താവേ, നിന്റെ നീതി ഹേതുവായി എന്നോട് ക്ഷമിക്കണമേ. O Lord, forgive me because of thy ഞാൻ righteousness. അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ട്. I have lost various opportunities. ഞാൻ നന്മ ചെയ്യേണ്ട അവസരം പാഴാക്കിയിട്ടുണ്ട്. Various opportunities where I could do good, I have. ആരാണ് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത്? Who is disturbing your peace? ബുദ്ധിമണ്ഡലമാണോ? Is it the brain? ഇന്ന് രാത്രി അതിൽ നിന്ന് രക്ഷ നേടണം. Tonight you shall be delivered from it. അടുത്തതായി നമ്മൾ നോക്കിയാൽ So nextly, when we നമ്മുടെ meditate, സമയം അവസാനിക്കുകയാണ്. our times are about to be ended. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ സമാധാനം കെടുത്തും. The problems in our life can be disturbing our peace. നമ്മൾ വലിയ മനക്കോട്ടകളൊക്കെ കെട്ടിയുണ്ടാക്കും. We may build cottages in our mind, പക്ഷേ സാഹചര്യം അതിന് ഏറ്റവണ്ണമുള്ളതായിരിക്കത്തില്ല. but the situations would not be in favor of അപ്പോൾ it. നമ്മുടെ മനക്കോട്ടകൾ തകർന്നുടയും. And then all these cottages shall be shattered. പ്രതീക്ഷകളെല്ലാം അച്ചുപോകും. All hope shall be destroyed. ദുഃഖത്തോടെ ഒരു കാര്യം പറയട്ടെ, With sorrow shall I say one thing. അനേക ദൈവമക്കൾ കണക്കണിയിൽ പെടുകയാണ്. Many people are being in debts. എബ്രായ ലേഖനത്തിനൊരു വാക്യമുണ്ട്, There is a verse in Hebrews, ഉള്ളതുകൊണ്ട് തൃപ്തരായിരിപ്പീൻ, be contented with what you have, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. for I shall never leave you. എന്നാൽ ഇന്ന് പലർക്കും ഉള്ളതുകൊണ്ട് തൃപ്തരായിരിക്കാൻ ഒക്കുന്നില്ല. But many are not being able to be contented with what they have. അവർ പിന്നെയും പിന്നെയും ആഴത്തിലേക്ക് ചാടുകയാണ്. They are sorting into much and much greater depths പിന്നെയും പിന്നെയും ഭാരങ്ങൾ വർദ്ധിക്കുകയാണ്. and increasing more and more burden. ഒടുവിൽ അവരുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. And at the end they are losing their നമ്മുടെ peace. യേശു മടങ്ങി വരാറായി. Our Jesus is here to come soon. യേശു നമ്മെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? What is Jesus sorting for us? നമ്മൾ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കാം. That which may be found in a good നമ്മുടെ conscience. നീതിയുടെ അങ്കിയുള്ളവരായിരിക്കാം. That we may be clothed with the garment of നമുക്ക് righteousness. യേശുവിനോടുകൂടെ വസിക്കാം. That we may be abiding with Him. നമുക്ക് സമാധാനമുള്ള മനുഷ്യരായിരിക്കാം. That we may be men of peace. ആരാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്? Who is disturbing our നമ്മുടെ peace? ഹൃദയാവസ്ഥകൾ നമുക്ക് ദൈവത്തോട് പറയാം. Let us share the experiences of our heart. കർത്താവ് നിനക്ക് തന്ന സമാധാനം എന്താണ്? What is the peace which God has given to you? സകല ബുദ്ധിക്കും ഇതേ കവിയുന്നതാണ്. The peace which surpasseth all human അത് understanding. സകല ഭയത്തിനും ഇതേ കവിയുന്നതാണ്. It surpasseth all human fear. അത് സകല രോഗത്തിനും ഇതേ കവിയുന്നതാണ്. It is above all powers of sickness. അത് നിന്റെ സകല പ്രശ്നത്തിനും ഇതേ കവിയുന്നതാണ്. And is abounding more than the problems of your ഇന്ന് രാത്രി life. നമുക്ക് യേശുവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. Tonight let us come nigh unto the footstool of ഒരു peace. നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. For a moment shall we close our eyes. നമുക്ക് നമ്മുടെ കർത്താവിലേക്ക് തിരികെ പോകാം. Let us come back unto our Jesus. നമ്മുടെ യേശു വരാറായി. Our Jesus is going to appear soon. നിത്യത ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. And the days of eternity are nigh. കാഹളം ഊതുവാൻ ദൂതന്മാർ ഒരുക്കമായിരിക്കുന്നു. Angels are prepared in order to blow the നമുക്ക് നമ്മുടെ trumpet. കർത്താവിനോട് പറയാം, Let us say unto our Lord, കർത്താവേ, ആ രക്ഷയുടെ വസ്ത്രം എനിക്ക് തരണമേ. O Lord, return me back the garments of ആ righteousness. നീതിയുടെ അങ്കി എനിക്ക് തരണമേ. Give me back the righteous garment ഞാൻ of righteousness. യെരൂശലേം വിട്ട് അകന്നുപോയി. I have
have run back against നീ എന്നെ Jerusalem. ഒരിക്കൽ കൂടെ യെരൂശലേമിൽ മടക്കി വരുത്തണമേ. Bring me back nigh unto Jerusalem. നിന്നെ കണ്ടെത്തിയ നാൾ എനിക്ക് ഓർമ്മയുണ്ട് കർത്താവേ. I do remember the days when I have found thee. ആ ദിനത്തിലെ നല്ല മനസ്സാക്ഷി എനിക്ക് തരണമേ. Restore me a good conscience. ആ ദിനത്തിലെ പരമാർത്ഥത എനിക്ക് തരണമേ. Give me a sincerity of that ആ day. ദിനത്തിലെ ഉത്സാഹം എനിക്ക് തരണമേ. Give me a zeal of that day. കർത്താവേ, ഭയം എന്റെ സമാധാനം കെടുത്തുകയാണ്. Oh Lord, that fear is disturbing my peace. എല്ലാവരും ഒന്ന് മുഴങ്കാൽ മേലിരുന്നാൽ, Be everyone seated on your knees. കർത്താവിന്റെ മുഖം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, Let us meditate upon the countenance of ദയവായി Jesus. നിങ്ങളുടെ മനസ്സറിഞ്ഞ് നടക്കരുത്. Let not your mind be wandering യഹോവ today. പർവ്വതത്തിൽ ഇറങ്ങി വരികയാണ്. Because the Lord is descending upon the hill. ഒരു കാറ്റുമൃഗവും ഉഴുന്നലിഞ്ഞ് നടക്കാൻ ഇടം കൊടുക്കരുത്. No wild creature should be wandering around the way. ദൈവത്തെ നോക്കി നിലവിളിക്കാം. Let us look unto our Lord and cry aloud. യേശുവേ, Oh Jesus, ആ സമാധാനം ഒരിക്കൽ കൂടെ എനിക്ക് തരണമേ. establish that peace once again in me. പ്രിയ ദൈവവൈദ്യരേ, Dear child of God, നീ യാദൃശ്യമായി ഈ പന്തലിൽ വന്നതല്ല. it was not a coincidence that you have came. യേശു ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നതാ. It is Jesus who has brought you unto this യേശു tonight. നിന്നെ കൈവിടത്തില്ല. Jesus shall never leave you. യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല. He shall never forsake you. യേശു നിനക്ക് മറുവില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. Because he has paid the ransom for you. അവൻ നിന്നോട് കൂടെയുണ്ട്. He shall be nigh unto you. നീ ഭ്രമിച്ചു നോക്കണ്ട. Do not be afraid. ഞാൻ നിന്റെ ദൈവമാണ്. I am thy God. ഞാൻ നിന്നെ സഹായിക്കാം. I shall help you. ഞാൻ നിന്നെ സഹായിക്കാം. I shall surely ഞാൻ help നിന്നെ you. ശക്തീകരിക്കാം. I will strengthen you. എന്റെ നീതിയുടെ കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങാം. And I shall carry you with the hand of righteousness. യേശുവിന്റെ മുഖം ധ്യാനിച്ചാൽ Let us meditate the face of Jesus. ദയവായി ദൈവ സാന്നിധ്യം നമ്മളെ വിട്ടുപോകരുത്. Let not the presence of God depart from us. കർത്താവിന്റെ മുഖത്ത് ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നാൽ Let us behold the countenance of Jesus. നമ്മുടെ അവസ്ഥകളെല്ലാം നമുക്ക് ദൈവത്തോട് പറയാം. Let us share our experiences with Him. കർത്താവേ, ഞാനൊരു കഠിന രോഗിയാണ്. Lord, I am a hard afflicted ആ person. രോഗം എന്നെ വേദനപ്പെടുത്തുകയാണ്. That sickness is afflicting me. കർത്താവേ, ആ രോഗത്തിന്റെ വ്യാകുലത എന്നെ അലട്ടുകയാണ്. And the agony of that sickness is ആ afflicting me. രോഗനിമിത്തം ഞാൻ ബലഹീനനാണ്. I am sick and weak because of കർത്താവേ, it. ചിന്താഭാരം എന്നെ അലട്ടുകയാണ്. Oh, the worries and the burdens are afflicting me. പലപ്പോഴും ഓർമ്മകൾ എന്റെ പ്രാണനെ വേട്ടയാടുകയാണ്. The remembrance is haunting my soul. മനസ്സാക്ഷി വിധിക്കുമ്പോൾ എന്റെ പ്രാണൻ ഭയപ്പെടുകയാണ്. When my conscience is judging me, I am threatened and afraid. വരുവാനുള്ളവയെ ഓർത്ത് ഞാൻ വ്യാകുലപ്പെടുകയാണ്. I am afraid and frightened because of the ഞാൻ things to നിന്റെ come. അടുക്കൽ വരികയാണ് കർത്താവേ. I am coming nigh unto you, O Lord. ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു പോകും. Father, I have committed sin against thee and heaven. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞാൽ Everybody confess this tonight. ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു പോയി. Oh Father, I have done sin against thee and against നീ heaven. എനിക്ക് തന്നതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. I have lost all that thou hast given to me. ഞാനിപ്പോൾ ഭയത്തിന് അടിമയാണ്. Now I am subjected to ഞാനിപ്പോൾ fear. രോഗത്തിന് അടിമയാണ്. I am subjected to sickness. ഞാൻ നിരാശയ്ക്ക് അടിമയാണ്. I am subjected to disappointment. എന്നോട് ദയ തോന്നണമേ. Show mercy on me, O എത്ര Lord. ദൈവമക്കൾ പ്രാർത്ഥിക്കും. How many children of God shall ഈ pray? രാത്രി യേശു നിന്നെ തൊടാൻ പോകുകയാണ്. Tonight the Lord is going to touch you. ഈ രാത്രി യേശു നിന്നെ തൊടാൻ പോകുകയാണ്. Tonight Jesus is going to touch you. ഈ രാത്രി യേശു നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. Tonight Jesus is going to heal you. കർത്താവിന്റെ മുഖം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ Let us meditate the countenance of Jesus. ശ്രദ്ധിക്കൂ, ദയവായി ദൈവ സാന്നിധ്യം നമ്മളെ വിട്ടുപോകാൻ ഇടം കൊടുക്കാതെ, Be careful that the presence of Lord shall not depart from us. സാത്താൻ ഇടം കൊടുക്കാതെ Do not give room for Satan. പരമാർത്ഥതയോടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലും. Let us come nigh unto Jesus with a ഈ sincere രാത്രി heart. യേശു വന്നാൽ If this night of Jesus shall appear, നിനക്ക് അവന്റെ മുന്നിൽ സമാധാനത്തോടെ നിൽക്കാമോ? can you appear before him with a peace? ഈ രാത്രി യേശു വന്നാൽ If Jesus appears tonight, നിനക്ക് അവന്റെ മുമ്പിൽ സമാധാനത്തോടെ നിൽക്കാമോ? and he stand boldly with a peace in you, ഇല്ലെങ്കിൽ യേശുവിനോട് പറയുക, then cry out unto Jesus. യേശുവേ, Oh ആ Jesus, സമാധാനം ഒരിക്കൽ കൂടെ എനിക്ക് തരണമേ. grant me that peace today. നമുക്ക് നമ്മുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. Let us lift up our right hand. കർത്താവിന്റെ മുഖം കണ്ടവര് മാത്രം അത് ഏറ്റു പറഞ്ഞാൽ, Those who have beholded his countenance, confess ആ likewise. കർത്താവിന്റെ മുഖം കണ്ടു എന്ന് ആത്മധൈര്യമുള്ളവർ യേശുവിനോടൊന്ന് പറഞ്ഞാൽ, Those who are bold enough that they have beholded the countenance of Jesus, നിങ്ങളുടെ say, അവസ്ഥ ഒന്ന് പറഞ്ഞാട്ടെ. share your situation with him. യേശുവേ,
ഞാൻ ഭയത്തിന് അടിമയാണ്. Jesus, I am subjected to sin. ഇന്ന് രാത്രി നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. Tonight to be filled with thy love, O Lord. യേശുവേ, ഞാൻ ബുദ്ധിമണ്ഡലത്തിന് അടിമയാണ്. Jesus, I am subjected to the brain. സകല ബുദ്ധിക്കും ഇത് കവിയുന്ന സമാധാനം എനിക്ക് തരണമേ. But let that peace which surpasses all human യേശുവേ, ഞാൻ understanding. പാപത്തിന് അടിമയാണ്. O Lord, I am subjected to നിന്റെ sin. ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. Can you embrace me nigh unto that cross? യേശുവേ, Oh നിന്റെ Jesus, ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. embrace me nigh unto that cross. ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാം. Tonight let us confess ഇത് our lives. ആത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Yes, the Spirit of the Lord is moving in our midst. അനേക രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. And many sick ones are being healed. ഭയത്തിന്റെ ആത്മാവ് ജനത്തെ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. The spirit of fear is being dispelled from the അനേകരുടെ people. മനസ്സിൽ മനുഷ്യ ജനിച്ചുകൊണ്ടിരിക്കുന്നു. And in the minds of many people, Manasseh. ഓ,